താങ്ക് യു ഫോർ ജോയിനിങ്. ആദ്യമായിട്ട് ഉദ്ഘാടന സെഷനിൽ തന്നെ വളരെ മികച്ച സ്പീച്ചുകൾ, നല്ല കോണ്ടൻറ്റ് ഉള്ള പ്രസംഗങ്ങൾ നടത്തിയ നമ്മുടെ പ്രാസംഗികർക്ക് നന്ദി പറയുകയാണ്. പ്രത്യേകം അവരെ പരാമർശിക്കാതിരിക്കാൻ വയ്യ. ടെക്നോളജി എങ്ങനെ നമ്മുടെ ഓൺട്രപ്രണർഷിപ്പിൽ ഉപയോഗിക്കാം, അതുപോലെ തന്നെ കുറച്ച് എയുമായി ബന്ധപ്പെട്ടതും ജനറലായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ പറയണമെന്ന് ഉദ്ദേശിക്കുന്നത്. അതിനിടയിൽ സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്, നോ ഇഷ്യൂസ്. ഇടയിൽ ചോദിക്കുക, അല്ലെങ്കിൽ അവസാനം ചോദിക്കാവുന്നതാണ്. അറിയാവുന്നതാണെങ്കിൽ പറയാം. അതുപോലെ സദസ്സിൽ നിന്ന് എന്തെങ്കിലും ഇങ്ങോട്ട് പങ്കുവെക്കാനുണ്ടെങ്കിൽ അതും പറയാവുന്നതാണ്. ബാറ്ററി ഹായ്, നമുക്ക് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വരുന്നതോട് കൂടിയിട്ട് നമ്മുടെ ജോബ് ഓപ്പർച്യൂണിറ്റീസ്, ജോബുകൾ ഇല്ലാതാകും എന്ന് കരുതുന്ന ആരെങ്കിലും ഉണ്ടോ? അങ്ങനെ കരുതുന്നവരുണ്ടെങ്കിൽ ഒന്ന് കൈപ്പൊക്കോ. സത്യത്തിൽ പണ്ട് കാലത്ത് മെഷീനുകൾ ഉണ്ടായപ്പോഴും അതുപോലെ തന്നെ കമ്പ്യൂട്ടറുകൾ വന്നപ്പോഴും എല്ലാം ആളുകൾ എന്താണ് കരുതിയത്? അത് നമ്മുടെ ജോബ് ഇല്ലാതാക്കും എന്നാണ്. സത്യത്തിൽ പുതിയ ടെക്നോളജികൾ, ഇന്നൊവേഷനുകൾ വരുമ്പോൾ പുതിയ ഓപ്പർച്യൂണിറ്റീസ് വരികയാണ് ചെയ്യുന്നത്, അല്ലേ? 2003 ഞാൻ 2003 ബാംഗ്ലൂരിൽ താമസിക്കുന്ന കാലത്ത് എൻ്റെ വീടിന്, എൻ്റെ ഫ്ലാറ്റിന് സമീപം 2 മനോഹരമായ ബിൽഡിങ്ങുകൾ ഉണ്ടായിരുന്നു, 2 വലിയ കെട്ടിടങ്ങൾ. അതൊരു കമ്പനിയുടേതായിരുന്നു. ഒരുപാട് എംപ്ലോയീസ് ഉണ്ടായിരുന്നു അവിടെ. എനിക്ക് തോന്നുന്നത് ഒരു 8,000 മുതൽ 10,000, 8,000 to 10,000 എംപ്ലോയീസ് അവിടെ ഉണ്ടായിരുന്നു. അപ്പം രാവിലെ അവരുടെ തിരക്കുണ്ടായിരിക്കും. വണ്ടികൾ വരുന്നു, ക്യാബുകൾ വരുന്നു, അവർ പോകുന്നു. ഇത് ഞാൻ പറയുന്നത് 2003 ഒരു കഥയാണ്. പിന്നീട് ഞാൻ പല ജോലികളുമൊക്കെയായി പല സ്ഥലത്തും പോയി തിരിച്ചു വന്നു. 2009-10 2009 2010 കാലത്ത് വീണ്ടും ബാംഗ്ലൂരിലോട്ട് തിരിച്ചു വന്നപ്പോൾ ആ ബിൽഡിംഗ് ഒക്കെ മാറിയിട്ട് അവിടെ ഒരു കൊമേഴ്സ്യൽ, ആ 2 ബിൽഡിങ്ങുകളൊക്കെ മാറിയിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ആ കമ്പനി പൂട്ടിപ്പോയിട്ടുണ്ട്. അപ്പോൾ എന്താണെന്ന് ചോദിച്ചാൽ അവരുടെ വർക്ക് എന്ന് പറയുന്നത് മെഡിക്കൽ ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞ ഒരു ജോബായിരുന്നു അവർ ചെയ്തിരുന്നത്. 10,000 എംപ്ലോയീസ് വർക്ക് ചെയ്തിരുന്നത്. അതായത് മെഡിക്കൽ ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ പഴയ ആളുകൾക്ക് അറിയായിരിക്കും, ഇപ്പം അതൊന്നും നമ്മൾ കേൾക്കാറില്ല. അതായത് അമേരിക്കയിലുള്ള ഡോക്ടേഴ്സ് രോഗികളെ പരിശോധിക്കുമ്പോൾ എന്ത് ചെയ്യും? അവരിങ്ങനെ റഫായിട്ട് എഴുതും, അല്ലെങ്കിൽ റെക്കോർഡ് ചെയ്യും. ഇന്ന പേഷ്യൻ്റ് വന്നു, അവൻ്റെ സിംറ്റംസ് ഇന്നതാണ്, അപ്പം അതുകൊണ്ട് ഈ പേഷ്യൻറ്റിന് നമുക്ക് ഇന്ന മരുന്നുകൾ കൊടുക്കാം എന്നതെല്ലാം റെക്കോർഡ് ചെയ്യും. അതെന്ത് ചെയ്യും? ഇന്ത്യയിലോട്ട് അയക്കും. അപ്പം ഇന്ത്യയിൽ വെച്ചിട്ട് അത് ടൈപ്പ് ചെയ്തിട്ട് ഡാറ്റയായിട്ട് നമ്മൾ ടെക്സ്റ്റ് ഫോർമാറ്റിലോട്ട് മാറ്റിയിട്ട് അയക്കും. അതാണ് ചുരുക്കത്തിൽ ഈ മെഡിക്കൽ ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറയുന്ന ജോബ്. അപ്പം എന്ത് പറ്റി? ടെക്നോളജി
കാലമൊക്കെ മുന്നോട്ട് പോയപ്പോൾ അങ്ങനെ ഒരു ജോബ് തന്നെ ഇല്ലാതെയായി. അപ്പോൾ ആ ഫീൽഡിൽ വർക്ക് ചെയ്തിരുന്നവർ എന്ത് ചെയ്യും? സ്വാഭാവികമായിട്ട് വേറെ ജോബിലോട്ട് പോയിട്ടുണ്ടാവും. അപ്പോൾ ഇത് ജോബ് മാത്രമല്ല, നമുക്ക് പലതും അറിയാം. നമുക്ക് പല കമ്പനികളെ കുറിച്ചും ഇതേ സംഭവം അറിയാം. ഉദാഹരണത്തിന് ബോക്സ് ഓഫീസ് എന്ന് പറഞ്ഞിട്ട് അല്ലേ, നമുക്കറിയാം ബോക്സ് ഓഫീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബോക്സ് ഓഫീസ് സക്സസ് എന്ന് പറയും സിനിമകളെ കുറിച്ചിട്ട്. ലാലേട്ടൻ്റെ ഈ സിനിമ ബോക്സ് ഓഫീസാണ്, അല്ലെങ്കിൽ ബോക്സ് ഓഫീസിൽ പരാജയപ്പെട്ടു, ഫ്ലോപ്പായിപ്പോയി എന്ന് പറയാറുണ്ട്. ബോക്സ് ഓഫീസ് എന്നത് സിനിമകളുടെ മായി ബന്ധപ്പെട്ട അതിൻ്റെ ഒരു മറ്റൊരു വാക്കായിരുന്നു അല്ലേ. ഉദാഹരണം പറഞ്ഞാൽ നമ്മൾ അഴിമതിക്ക് പകരം എന്ന് പറയും കുംഭകോണം എന്ന് പറയും. ശരിക്കും കുംഭകോണം പറഞ്ഞാൽ എന്താ? ഒരു സ്ഥലപ്പേരാണ്. അതേപോലെ ബോക്സ് ഓഫീസ് എന്നത് സിനിമക്ക് അതിൻ്റെ ആ ഇൻഡസ്ട്രിയിലെ മറ്റൊരു വാക്കായി മാറിയിരുന്നു. പക്ഷേ എന്ത് സംഭവിച്ചു? അവർ ഡിജിറ്റലൈസേഷന്, ഫിലിം ഇൻഡസ്ട്രിയിലെ ഡിജിറ്റലൈസേഷന് തയ്യാറല്ലായിരുന്നു. അങ്ങനെ അവരെന്തായി? സ്ക്രാപ്പായിപ്പോയി, അവരില്ലാതായിപ്പോയി. ആ ബോക്സ് ഓഫീസ് എന്ന് പറഞ്ഞ കമ്പനി അവരുടെ പലരുമാണ് പിന്നീട് വരുന്ന വലിയ ടീംസ്, അത് വേറെ കാര്യം. എന്നാൽ പോലും നമ്മൾ എപ്പോഴും പറയാറുണ്ട് നോക്കിയ ഫോണിൻ്റെ എക്സാമ്പിൾ. നോക്കിയ ഫോണായിരുന്നു നമുക്ക് ആദ്യം നമ്മൾ യൂസ് ചെയ്തിരുന്നത്. കുറേ കീ പാഡുകളുള്ള നോക്കിയ ഫോൺ നമ്മൾ യൂസ് ചെയ്തിരുന്നു. പിന്നീട് ആൻഡ്രോയിഡ് ഫോൺ വന്നപ്പോൾ എന്ത് ചെയ്തു? നോക്കിയ ഫോൺ ഫസ്റ്റിൽ മാറാൻ തയ്യാറല്ലായിരുന്നു. അങ്ങനെ നോക്കിയ ഫോൺ എന്തായി? കുറച്ച് ഔട്ടായി അല്ല, ഇൻഡസ്ട്രിയിൽ നിന്നും താഴോട്ട് പോയി. അപ്പം ചുരുക്കി പറഞ്ഞാൽ നമ്മൾ ഇൻഡസ്ട്രിയിൽ ഇന്നൊവേഷനുകൾ വരുമ്പോൾ നമ്മൾ അതിൻ്റെ കൂടെ സഞ്ചരിച്ചാൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഇപ്പം എനിക്കൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. അപ്പോൾ പുള്ളിക്കാരന് എന്ത് ചെയ്യുക, നന്നായിട്ട് വരക്കുമായിരുന്നു, ഡ്രോയിങ്. പിന്നീട് ഈ കാർട്ടൂണൊക്കെ ഉണ്ടല്ലോ, ആ രീതിയിലുള്ള വരകളായിരുന്നു. പക്ഷെ അതിൻ്റെ കൂടെ തന്നെ അദ്ദേഹം എന്ത് ചെയ്തു? ഈ ലാപ്ടോപ്പ് അല്ലെങ്കിൽ നമ്മുടെ മൊബൈൽ ഫോണൊക്കെ വെച്ചിട്ട് വരയ്ക്കാനുള്ള ടൂളുകൾ പഠിക്കുകയും അത് ചെയ്യുകയും ചെയ്തു. ആദ്യം ഇവിടെ ഉണ്ടായിരുന്ന അദ്ദേഹത്തിൻ്റെ ജോലി സിനിമയിലെ സ്റ്റോറി സ്ക്രീൻ പ്ലേകൾ ഉണ്ടാവില്ല, അതിന് ചിത്രം വരയ്ക്കുക എന്നതായിരുന്നു. കുറേ സമയം എടുത്തിട്ട് പേപ്പറിൽ വരക്കാറാണ്. പിന്നീട് അവൻ എന്ത് ചെയ്യാൻ തുടങ്ങി? അത് നമ്മുടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ചിട്ട് വരയ്ക്കാൻ തുടങ്ങി. അപ്പോൾ അവൻ എന്ത് പറ്റി? ഭയങ്കര സ്പീഡിൽ വരയ്ക്കാൻ പറ്റി. അപ്പം അങ്ങനെ അവനിപ്പോൾ എവിടെയാണെന്നറിയോ? ഹോളിവുഡിൽ ഇതിൻ്റെ സ്ക്രീൻ പ്ലേകൾ വരച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് ഒരു ആർട്ടിസ്റ്റ് ഈ ടെക്നോളജി അവന് ആവശ്യമുള്ളത് എടുക്കുകയും അതിൽ സ്കിൽഡ് ആവുകയും ചെയ്തപ്പോൾ അവന് ഗ്രോത്ത് ഉണ്ടായി. അപ്പോൾ പേഴ്സൺ ആയാലും കമ്പനികളായാലും നമുക്ക് എന്ത് ചെയ്യണം? ഇതിൻ്റെ കൂടെ സഞ്ചരിച്ചാൽ മാത്രമേ ഇതാവുള്ളൂ. നമുക്കറിയാം ChatGPT, അങ്ങനെ ഗൂഗിൾ ബാർഡ്, അങ്ങനെ പലതും ഇപ്പോൾ വന്ന് നമുക്കറിയാവുന്നതാണ്. ഇപ്പോൾ ഒരു ഡോക്ടറെ നോക്കാം. ഒരു ഡോക്ടർ എന്ന് പറയുന്നത് AI ഹെൽത്തിൽ നേരത്തെ സൂചിപ്പിച്ചു ഒരുപാട് വന്നിട്ടുള്ളതാണ്. അപ്പോൾ ഒരു ഡോക്ടർ, നമ്മുടെ നാട്ടിലെ ഒരു ഡോക്ടർ ഒരു ദിവസം ഒരു 100 പേഷ്യൻറ്റിന് നോക്കുന്നു കരുതാം. ഒരു 100 രോഗികളെ ഡോക്ടർ നോക്കുന്നു. അപ്പം അങ്ങനെ ഒരു 30 ദിവസം നോക്കുമ്പോൾ 3000 എന്ന് കരുതാം. ഒരു 10 മാസമാകുമ്പോൾ 30,000. അത്രയും ആളുകളെ പേഷ്യൻറ്റിനെ നോക്കിയ എക്സ്പീരിയൻസ് ആർക്കുണ്ടാവും? ആ ഡോക്ടർക്ക് ഉണ്ടാവും അല്ലേ? കുറേ കാലം കഴിയുമ്പോൾ അയാൾ കുറേ എക്സ്പീരിയൻസ് ഉണ്ടാവും. അപ്പം ചുരുക്കത്തിൽ ആ ഡോക്ടറുടെ ആ എക്സ്പീരിയൻസിന് എന്തുണ്ട്? ഒരു ലിമിറ്റ് ഉണ്ട്. സത്യം പറയാം, ഒരു 10,000 ആളുകളെ നോക്കിയ എക്സ്പീരിയൻസ് ആ ഡോക്ടർക്ക് ഉണ്ടെന്ന് കരുതിക്കോ. അതേസമയം നമ്മുടെ ChatGPT അല്ലെങ്കിൽ ഇതുപോലെയുള്ള വരുമ്പോൾ, സംഭവങ്ങൾ വരുമ്പോൾ അവർക്ക് എന്തുണ്ട്? ഇതിൻ്റെ മില്യൺ ട്രില്യൺ എക്സ്പീരിയൻസ് ഉണ്ട്. മനസ്സിലാവണോ? ഒരു ഡോക്ടർക്ക് 10,000 രോഗികളെ പരിശോധിച്ച എക്സ്പീരിയൻസ് ആണ് ഉള്ളതെങ്കിൽ ChatGPTക്ക് എന്തുണ്ട്? ട്രില്യൺ കണക്കിന് രോഗികളെ പരിശോധിച്ച എക്സ്പീരിയൻസ്, അല്ലെങ്കിൽ ഇന്ന സിംറ്റംസ് വരുമ്പോൾ ഇന്ന രോഗത്തിന് സാധ്യതയുണ്ട്, അപ്പം നിങ്ങൾക്ക് ഇന്ന പ്രിസ്ക്രിപ്ഷൻ കൊടുക്കാം എന്നത്
ഒരു ഡോക്ടറെയും കൂടുതൽ സ്പീഡിലും ആക്യുറേറ്റ് ആയിട്ടും ആർക്ക് പറ്റും? ഇങ്ങനെയുള്ള AI മെഷീനുകൾക്ക് പറ്റും. വേറെ ഇഷ്യൂകൾ വരുന്നുണ്ട് അതിൽ, അത് വേറെ കാര്യം. അതായത് നമുക്ക് AI വരുമ്പോൾ ചിലപ്പോൾ കോമൺ സെൻസ് ഉണ്ടാവില്ല, അല്ലെങ്കിൽ അങ്ങനെ സംഭവങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അപ്പോൾ ഒരു ഡോക്ടർ എന്ത് ചെയ്യണം? വിത്ത് ദി ഹെൽപ്പ് ഈ ChatGPT അല്ലെങ്കിൽ ഇങ്ങനെയുള്ള AI ടൂളുകളുടെ സഹായത്തോടു കൂടിയാണെങ്കിൽ ആ ഡോക്ടർ എന്താവും? അയാൾക്ക് ഭയങ്കര ഗ്രോത്ത് ഉണ്ടായിരിക്കും. മനസ്സിലാവുണ്ടോ? അപ്പം നമ്മുടെ ഇൻഡസ്ട്രിയിൽ നമ്മൾ ഏത് ഫീൽഡിലാണോ, നമ്മൾ ഏത് ഡൊമൈനിലാണോ വർക്ക് ചെയ്യുന്നത്, അതിൽ നമുക്ക് കൂടുതൽ അച്ചീവ് ചെയ്യാനും കൂടുതൽ സ്കില്ലായാൽ ഇങ്ങനെയുള്ള നമ്മൾ കൂടുതൽ മുന്നോട്ട് പോവാൻ നമുക്ക് സാധിക്കും. ഇപ്പോൾ വേറൊരു എക്സാമ്പിൾ കൂടി പറഞ്ഞാൽ, നമുക്ക് മുമ്പ് ഡീപ്പ് ബ്ലൂ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ചെസ്സ് കളിക്കുന്ന ഒരു കമ്പ്യൂട്ടറായിരുന്നു IBM ഉണ്ടാക്കി ഡീപ്പ് ബ്ലൂ. അപ്പോൾ ഡീപ്പ് ബ്ലൂവിന് അതിൻ്റെ ഒരു സ്ട്രെങ്ത്, അതിൻ്റെ ഒരു ശക്തി മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. അപ്പം അതൊരു നാരോ ഇൻ്റലിജൻസ് ആണ്, ഒരു ഡൊമൈനിൽ മാത്രം. നേരത്തെ ഇവിടെ പറഞ്ഞ് AI പണ്ട് കാലം മുതലേ ഉള്ളതാണെന്ന്, അല്ലേ? ശരിക്ക് AI ഇപ്പോൾ തുടങ്ങിയതല്ല, 40കളിലൊക്കെ AI ഉണ്ട്. കമ്പ്യൂട്ടർ സയൻസ് ഉണ്ടാവുന്നതിൻ്റെ മുൻപേ, കമ്പ്യൂട്ടർ സയൻസ് എന്ന ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടാവുന്നതിന് മുമ്പേ എന്തുണ്ട്? AI ഉണ്ട്. MIT എന്ന് പറഞ്ഞാൽ അമേരിക്കയിലുള്ള ഒരു വലിയൊരു യൂണിവേഴ്സിറ്റിയാണ്. അവിടെ AI ഡിപ്പാർട്ട്മെൻറ്റ് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിൻ്റെ മുൻപുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഈ ഡീപ്പ് ബ്ലൂ എന്ന് പറഞ്ഞ മെഷീന്, ചെസ്സ് കളിക്കുന്ന മെഷീന്, അതിൻ്റെ ശക്തി നമ്മൾ അറിയണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ നമ്മുടെ വേൾഡിലുള്ള എൻ്റയർ സിറ്റിസൺസും എല്ലാ രാജ്യത്തിലുള്ള മനുഷ്യന്മാരെല്ലാവരും കൂടി പെയർ ചെയ്തിട്ട് ഡീപ്പ് ബ്ലൂവിനായിട്ട് കളിക്കുകയെന്ന് എത്തിക്കോ. ഇവിടെ ഇപ്പോൾ ഒരു 500 പേരുണ്ടെങ്കിൽ 500 പേരും ഡീപ്പ് ബ്ലൂവിനായിട്ട് കളിക്കുന്നത്. അല്ലെങ്കിൽ ലോകത്തൊരു 100 കോടി മനുഷ്യരുണ്ടെങ്കിൽ 100 കോടി ആളുകളും ഡീപ്പ് ബ്ലൂവിനായിട്ട് കളിക്കുന്നു. എന്നിട്ട് ഡീപ്പ് ബ്ലൂവിലെ കളികളുടെ എണ്ണം തീരണം എന്നുണ്ടെങ്കിൽ ട്രില്യൺ കണക്കിന് വർഷങ്ങൾ കളിച്ചാലാണ് അതിലെ കളിയിലെ എണ്ണം തീരുക. മനസ്സിലാവുണ്ടോ? അതായത് ചെസ്സ് കളി എന്ന് പറഞ്ഞാൽ ഒരു പാണെടുത്തിട്ട് നീക്കും, അല്ലെങ്കിൽ നൈറ്റ് നിൽക്കും, അങ്ങനെ അവസാനം അതിന് എന്തിടാവും? ചെക്ക് മേറ്റ് ആവും. അത് ഒരു കളിയാണ്, ഒരു നീക്കാണ്, ഒരു എൻ്റെയർ ഇത്. അങ്ങനെ ലോകത്തുള്ള മുഴുവൻ മനുഷ്യന്മാരും കളിക്കുകയാണ് ഇതിനായിട്ട്. എത്ര വർഷം? ട്രില്യൺ കണക്കിന്. എത്ര പൂജ്യം ഉണ്ടാവും എന്ന് എനിക്കിനെ പറയാൻ പറ്റില്ല, ട്രില്യൺ എന്ന് പറയുമ്പോൾ. അത്രയും വർഷങ്ങൾ കളിച്ചാലാണ് അത്രയും എണ്ണം അതിൻ്റെ ഉള്ളിൽ സേവ് ചെയ്തിട്ടുണ്ട്. നമ്മൾ അതിൻ്റെ ഒരു പവർ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞതാണ്. ക്ലിയർ അല്ലേ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇനി നമ്മൾ ഓൺട്രപ്രണേഴ്സ് എന്ന് പറയുന്നു. ഇതിൽ ഓൺട്രപ്രണർ അല്ലാതെ, സംരംഭകരല്ലാതെ ഇവിടെയുള്ള, ശരിക്കും ഇനി സംരംഭകരാകണം എന്നുദ്ദേശിക്കുന്ന ആരെങ്കിലും ഇപ്പോൾ കറൻ്റ്ലി ഓൺട്രപ്രണർ അല്ല, ഞാൻ ശരിക്കും ഒരു ഓൺട്രപ്രണർ, ഒരു സംരംഭകനാകണം എന്ന് ഉള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കൈപൊക്കോ. താങ്ക് യു. കുറേ പേര് കൈപൊക്കി. എഗെയിൻ, അപ്പം ഇത്രയും ആളുകൾക്ക് ഞാനൊരു ഓഫർ തരാം. ഏത് സമയത്തും എൻ്റെ ഒരു മെൻറ്റർഷിപ്പ്, നിങ്ങളൊരു സംരംഭം തുടങ്ങുകയാണെങ്കിൽ ത്രൂ ഔട്ട് മൈ ലൈഫ് ടൈം നിങ്ങൾക്ക് ഏത് സമയത്തും എന്നെ കോണ്ടാക്റ്റ് ചെയ്യുകയാണെങ്കിൽ സംരംഭവുമായിട്ട് എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അപ്പോൾ എൻ്റെ നമ്പർ കളക്ട് ചെയ്താൽ മതി. അപ്പോൾ ഈ കൈ പൊക്കിയ ആളുകൾ ഏത് സമയത്തും നിങ്ങൾക്ക് എന്നെ കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ്. നമ്പറിൽ ഞാൻ അവസാനം നമ്പർ പറയാം, നിങ്ങൾ കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ്. ചിലപ്പോൾ ഞാൻ അൺനോൺ നമ്പറുകൾ എടുക്കാറില്ല, പക്ഷേ വാട്സപ്പ്
കോളുകൾ, വാട്സപ്പ് ചാറ്റുകൾ വിത്തിൻ 24 hours ഞാൻ റിപ്ലൈ ചെയ്യാറുണ്ട്. എന്തുമായി ബന്ധപ്പെട്ടും. അപ്പോൾ ഒരു ഓൺട്രപ്രണർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാനത് സദസ്സിക്കാണ് വരാൻ പറ്റാത്തതുകൊണ്ടല്ലേ ചോദിക്കാൻ. ആർക്കെങ്കിലും ഉറക്കെ പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ പറയാവുന്നതാണ്. അപ്പം നമുക്ക് ഒരുപാട് ഇഷ്യൂസ് ഉണ്ട്, പ്രശ്നങ്ങളുണ്ട്. നമ്മുടെ ചുറ്റും എന്തുണ്ട്? പ്രശ്നങ്ങളുണ്ട്. പലതുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളുണ്ട്. ഈ പ്രശ്നങ്ങൾക്ക്, പ്രോബ്ലംസിന് സൊല്യൂഷൻ കാണുന്നവരാണ് ശരിക്കാര്? ഓൺട്രപ്രണർ എന്ന് പറയുന്നത്. നമുക്ക് ഫുഡുമായി ബന്ധപ്പെട്ടത്, അല്ലെ എഡ്യൂക്കേഷൻ, വേസ്റ്റ് മാനേജ്മെൻറ്റ്, നമുക്കറിയാം വേസ്റ്റ് മാനേജ്മെൻറ്റിൻ്റെ ഒക്കെ ഇത് അടുത്ത് നമ്മൾ കേട്ടതാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് ഇഷ്യൂകൾ ഉണ്ടാവും. സമൂഹത്തിലെ പ്രശ്നങ്ങൾ, അതിന് പരിഹാരം കാണുന്നവരാണ് ആര്? ഓൺട്രപ്രണേഴ്സ്. ബോറടിക്കണേ പറയട്ടെ ഇടക്ക്. അപ്പോൾ ഒരു ഓൺട്രപ്രണർ എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ്? ഒന്നാമതായിട്ട് പ്രോബ്ലംസ് സോൾവ് ചെയ്യുന്നവരാണ് ആര്? ഓൺട്രപ്രണേഴ്സ്. രണ്ടാമതായി ഈ പ്രോബ്ലങ്ങളെ സോൾവ് ചെയ്യുക വഴി അവരെന്ത് ചെയ്യുന്നു? ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാക്കുന്നു. ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാക്കുന്നു. മൂന്നാമത് അതുവഴി വെൽത്ത് ക്രിയേറ്റ് ചെയ്യുന്നു. നമുക്ക് സമ്പാദ്യം ഉണ്ടാക്കുന്നു, ആളുകൾക്കും മനുഷ്യർക്കും സമൂഹത്തിനും. അതുപോലെ തന്നെ എന്താണ്? നമ്മൾ കമ്മ്യൂണിറ്റി എംപവർമെൻ്റ് ആണ്. നമ്മുടെ ബിൽഡിംഗ് നാഷൻ, നമ്മുടെ രാജ്യത്തിൻ്റെ പുനരുദ്ധാരണത്തിൻ്റെ പാർട്ടാണ് ആര്? അതിനു വേണ്ടിയിട്ട് എംപവർ ചെയ്യുന്നവരാണ് ശരിക്കും ഈ ഓൺട്രപ്രണേഴ്സ് എന്ന് പറയുന്നത്. പിന്നെ ഓൺട്രപ്രണേഴ്സാണ് എന്ത് ചെയ്യുന്നത്? പല പല ഇന്നൊവേഷനും നമ്മുടെ സമൂഹത്തിനായിട്ട്, ലാസ്റ്റിൽ കേൾക്കുന്നുണ്ടല്ലോ അല്ലേ, സമൂഹത്തിന് പുതിയ കണ്ടുപിടുത്തങ്ങൾ നൽകുന്നത് ആരാണ്? ഓൺട്രപ്രണേഴ്സാണ്. ഇനി ഈ ഓൺട്രപ്രണേഴ്സ് അല്ലെങ്കിൽ ബിസിനസ് അല്ലെങ്കിൽ സ്റ്റാർട്ടപ്പ് എന്നൊക്കെ പറയും അല്ലേ? ആരെങ്കിലും ഒന്ന് പറയോ? ഈ ബിസിനസ് ഈ ഓൺട്രപ്രണറും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? ആരെങ്കിലും ഒരാൾ എണീറ്റെന്ന് പറഞ്ഞാൽ പറയാൻ പറ്റും. ഓൺട്രപ്രണർ എന്താണ്, അല്ലെങ്കിൽ സംരംഭം എന്താണ്, അല്ലെങ്കിൽ ബിസിനസ് എന്താണെന്ന്? പറയുന്നുണ്ട്, പലരും അവിടെ പറയുന്നുണ്ട്. പക്ഷെ മൈക്ക ഇല്ലാത്ത ഒരു പ്രശ്നമുണ്ട്. അതായത് ബിസിനസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളൊരു ട്രേഡിംഗ് ആണ്. ഒരു 5 രൂപക്ക് ഒരു സാധനം വാങ്ങിയിട്ട് നമ്മളത് 10 രൂപക്ക് വിൽക്കുന്നു, അല്ലെങ്കിൽ അതിന് കുറച്ചിട്ട് വിൽക്കണം അല്ലേ, എന്നാലേ അതിന് മാർക്കറ്റ് ഉണ്ടാവുള്ളൂ. ഒരു 7 രൂപക്ക് അത് വിൽക്കുന്നു. അതാണ് എന്ത്? ബിസിനസ് അല്ലെങ്കിൽ ട്രേഡ് എന്ന് പറയുന്നത്. അതിൽ നമ്മൾ എന്തെങ്കിലും, ഇപ്പം നമ്മളൊരു മസാലപ്പൊടി വാങ്ങി വിൽക്കുന്നു അല്ലെങ്കിൽ അരിപ്പൊടി വാങ്ങി വിൽക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താണ്? ബിസിനസ്സാണ്. ഓൺട്രപ്രണർ എന്ന് പറയുന്നത് നമ്മൾ അരി പൊടിച്ച് അത് ചപ്പാത്തിയാക്കി അല്ലെങ്കിൽ പൊറോട്ടയാക്കിയിട്ട് വിൽക്കുമ്പോൾ നമ്മുടേതായ ചില ഇന്നൊവേഷനുകൾ അതിൽ നടത്തുന്നു. അവരാണ് ആര്? ഓൺട്രപ്രണേഴ്സ്, സംരംഭകർ. മനസ്സിലായില്ലേ? മറ്റേത് ട്രേഡാണ്, ഇത് സംരംഭകരായി. ഇനി സ്റ്റാർട്ടപ്പ് എന്ന് പറയുമ്പോൾ പുതിയത് തുടങ്ങുക എന്നതല്ല സ്റ്റാർട്ടപ്പ്. മനസ്സിലാവുണ്ടോ? സ്റ്റാർട്ടപ്പ് എന്ന് പറയുമ്പോൾ ഇന്നൊവേറ്റീവായിട്ടുള്ള പുതിയ ഐഡിയകൾ. ഈ പൊറോട്ട ബിസിനസ് തന്നെയാണത്, പക്ഷേ നമ്മൾ എന്ത് ചെയ്യുന്നു? അതിൽ ചില ടെക്നോളജി, ഇന്നൊവേറ്റീവായിട്ടുള്ള ഐഡിയകൾ അതിൽ ചേർക്കുന്നു. അപ്പം അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സ്റ്റാർട്ടപ്പ് എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? ഈ മൂന്നും. മറ്റേ ട്രേഡിംഗ് ആണ്, രണ്ടാമത്തെ സംരംഭമാണ്, മൂന്നാമത്തേതാണ് ഇത് ഈ സ്റ്റാർട്ടപ്പ് എന്ന് പറയുന്നത്. അപ്പം ഈ സ്റ്റാർട്ടപ്പുകൾ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞതുപോലെ തന്നെ ഒരു സൊല്യൂഷൻ കാണുകയാണ് പ്രോബ്ലത്തിന്. രണ്ടാമതായിട്ട് ബിഗ് ഐഡിയ ഉണ്ടായിരിക്കണം. മൂന്നാമത്തത് സ്കെയിലബിൾ ആയിരിക്കണം. നാലാമത്തത് ന്യൂ ടെക്നോളജി. സ്കെയിലബിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? അല്ലെ, നമുക്ക് പല സ്ഥലത്തേക്കും
നമുക്കൊരു സാധനം നമ്മുടെ പ്രാദേശിക സ്ഥലത്ത് നമുക്ക് വിൽക്കാൻ പറ്റുന്നു, അത് നമ്മുടെ അടുത്ത ജില്ലയിലും വിൽക്കാൻ പറ്റുന്നു, അല്ലെങ്കിൽ അടുത്ത സംസ്ഥാനത്തിലും അതിന് മാർക്കറ്റ് ഉണ്ട്, അല്ലെങ്കിൽ ലോകതലത്തിലോട്ട് അത് നമുക്ക് മാർക്കറ്റ് ചെയ്യാൻ പറ്റും. അപ്പം അതിന് എന്ത് പറയും നമ്മൾ? സ്കെയിലബിലിറ്റി എന്ന് പറയുന്നത്. പല പല അതിന് കൂടുതൽ സ്ഥലത്തോട്ട് മാറ്റാൻ പറ്റുന്നതിനാണ് സ്കെയിലബിലിറ്റി എന്ന് പറയുന്നത്. പിന്നെ ഉള്ളത് അതിൽ ടെക്നോളജികൾ ആഡ് ചെയ്യണം, പുതിയത് ഞാൻ പറഞ്ഞു. പിന്നെ ഇത് പറയാനുള്ളൊരു കാരണം, നമ്മൾ ഈ സ്റ്റാർട്ടപ്പുകൾ നമ്മൾ രജിസ്റ്റർ ചെയ്യണം. സ്റ്റാർട്ടപ്പുകൾ നമ്മുടെ ഇന്ത്യയിലോ സ്റ്റാർട്ടപ്പ് ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്യണം, ഒന്ന്. രണ്ടാമത് വേറെ ഒന്നെന്ന് പറഞ്ഞാൽ നമ്മുടെ ബിസിനസ്സിന് പണം വേണം, അല്ലേ? ഫണ്ട് ഇല്ലാതെ മുന്നോട്ട് പോകാൻ പറ്റുമോ? ഇല്ല. നമ്മൾ ആദ്യം ബിസിനസ് എങ്ങനെ തുടങ്ങുന്നു? നമ്മുടെ ഫ്രണ്ട്സ് റിലേറ്റീവ്സൊക്കെ കുറച്ച് ഫണ്ട് തന്നാൽ, ഫിനാൻസ് തന്നാൽ നമ്മൾ ബിസിനസ് തുടങ്ങുന്നു. പിന്നെ എന്ത് ചെയ്യും? അത് വിപുലീകരിക്കാൻ നമ്മൾ ബാങ്കിൻ്റെ അടുത്തേക്ക് പോകും. അപ്പോൾ ചിലപ്പോൾ ബാങ്ക് നേരത്തെ പറഞ്ഞതുപോലെ തള്ളിക്കളയും. അല്ല, കേരള ഗവൺമെൻറ്റിൻ്റെ DPR ക്ലിനിക്കൊക്കെ ഉണ്ട് കേട്ടോ. എങ്ങനെ പ്രൊജക്റ്റ് റിപ്പോർട്ടുകൾ ഉണ്ടാക്കിയതിനെ കുറിച്ച് ഒരു ക്ലിനിക്കൊക്കെ നടത്തുന്നുണ്ട്. അവിടേക്ക് പോയാൽ നിങ്ങൾക്ക് കുറച്ചുകൂടി ഐഡിയകൾ കിട്ടും. അപ്പോൾ ബാങ്ക് ചിലപ്പോൾ കാശ് തരും, രണ്ടാമത്തേത്. പക്ഷെ ഇതൊന്നും വലിയ രീതിയിലോട്ട് നമുക്ക് കൊണ്ടുപോകാൻ പറ്റില്ല, ഒരു വലിയ എമൗണ്ട് ഇല്ലാതെ. അപ്പം നമുക്ക് എന്ത് വേണം? പറഞ്ഞതുപോലെ വെഞ്ചർ ക്യാപിറ്റലുകൾ വേണം. മനസ്സിലാവുണ്ടോ? ഫണ്ടിങ് കിട്ടിയാൽ മാത്രമേ നമുക്ക് നമ്മുടെ ബിസിനസ്സിനെ അടുത്ത ലെവലിലോട്ട് കൊണ്ടുപോകാൻ പറ്റുകയുള്ളൂ. ആദ്യം ഇങ്ങനെ ഇതാവും. അപ്പോൾ ഒരു വലിയ മില്യൺ കണക്കിന് ഡോളറുകൾ, നമുക്കറിയാം വലിയ ബിസിനസ് ആവണമെങ്കിൽ നല്ല ഫണ്ട് വേണം. ഫണ്ടില്ലെങ്കിൽ അത് സ്റ്റക്കായി പോകും. അപ്പോൾ നമുക്ക് VCകൾ, വെഞ്ചർ ക്യാപിറ്റലുകൾ കിട്ടണം. അപ്പോൾ ഇത് പറയാൻ കാരണം, ഈ രണ്ടിനും നമുക്ക് സ്റ്റാർട്ടപ്പ് രജിസ്ട്രേഷൻ കിട്ടണമെങ്കിൽ, അല്ലെങ്കിൽ വെഞ്ചർ ക്യാപിറ്റൽ ഉണ്ടാകണം എന്നുണ്ടെങ്കിൽ, ഇത്രയും ഈ 5 എലമെൻറ്റ്സ് നമ്മുടെ ബിസിനസ്സിലുണ്ടായിരിക്കണം. ആവശ്യമുള്ളവർക്ക് നോട്ട് ചെയ്യാവുന്നതാണ്. അത് ഓപ്പർച്യൂണിറ്റികൾ ഉണ്ടാക്കണം, ബിഗ് ഐഡിയ ആവണം, ന്യൂ ടെക്നോളജി അതിലുണ്ടായിരിക്കണം, സ്കെയിലബിൾ ആവണം. മനസ്സിലാവുണ്ടോ? ഇത്രയും കാര്യങ്ങൾ ഉണ്ടെങ്കിലാണ്. അപ്പോൾ ഈ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ബിസിനസ്സുകളെ മാറ്റിയെടുക്കണം. മനസ്സിലാവുണ്ടോ? നമ്മുടെ ചെറിയ ബിസിനസ് ആണെങ്കിലും അതിൽ നല്ല ഐഡിയകളൊക്കെ ചേർത്ത് അടിപൊളിയാക്കിയാൽ അതിന് എന്തുണ്ടാവും? വളർച്ചയുണ്ടാവും. മാർക്കറ്റ് ഇല്ലെങ്കിൽ വലിയ ഐഡിയ ആയിട്ടും കാര്യം ഉണ്ടാവില്ല, അല്ലേ? ഭയങ്കര ഐഡിയ ആണ്, ഒരു നോവൽ ഐഡിയ ആണ് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് കാര്യം ഉണ്ടാവില്ല. അപ്പം ഇത് നമ്മുടെ സ്റ്റാർട്ടപ്പ് ഇന്ത്യ നേരത്തെ പറഞ്ഞ 5 ഘടകങ്ങൾ ഉണ്ടെങ്കിലാണ് നമുക്ക് എന്ത് പറ്റുക? സ്റ്റാർട്ടപ്പ് ഇന്ത്യയിൽ രജിസ്ട്രേഷൻ കിട്ടുക. സ്റ്റാർട്ടപ്പ് ഇന്ത്യ രജിസ്ട്രേഷൻ കിട്ടിയാൽ നമുക്ക് ഇത്രയും ഗുണങ്ങൾ ഉണ്ടായിരിക്കും. അതായത് നമുക്ക് 5 മുതൽ 25 കോടി വരെ ടാക്സ് എക്സെപ്ഷൻ കിട്ടും. ഇതിലെ സ്റ്റാർട്ടപ്പ് ഇന്ത്യ രജിസ്ട്രേഷൻ ഉണ്ടെങ്കിൽ അതിന് നമുക്ക് എന്ത് വേണം? രജിസ്റ്റർ ചെയ്താൽ ഒരു ഡിപ്പ് നമ്പർ കിട്ടും. ആ നമ്പർ ഉണ്ടെങ്കിലാണ് കേരള സ്റ്റാർട്ടപ്പ് മിഷനിൽ നമുക്ക് രജിസ്റ്റർ ചെയ്യാൻ പറ്റുകയുള്ളൂ. അപ്പം നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാലാണ് ഇങ്ങനെ സ്റ്റാർട്ടപ്പ് ഇന്ത്യയിൽ നമുക്ക് കിട്ടുകയുള്ളൂ. അതുപോലെ അവർ നമുക്ക് നെറ്റ്വർക്കിങ്ങിന് അവസരം തരും, ഫണ്ടിങ്ങിന് അവസരങ്ങൾ തരും, ഒരുപാട് ഇവൻറ്റ്സ് ഉണ്ടായിരിക്കും. അപ്പോൾ ഇത് ചെയ്യുന്നവർ മസ്റ്റായിട്ട് സ്റ്റാർട്ടപ്പ് ഇന്ത്യയുടെയും നമ്മുടെ കേരള സ്റ്റാർട്ടപ്പ് മിഷൻ്റെയും ഒക്കെ വെബ്സൈറ്റുകളൊക്കെ നോക്കുക. അപ്പോൾ അതിൽ നിങ്ങൾക്ക് കുറേ ഐഡിയകൾ കിട്ടും, നമുക്ക് ഇന്നതൊക്കെ ചെയ്യാൻ പറ്റുന്നില്ല. ഇത്രയും പറഞ്ഞില്ലേ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇനി ചോദിക്കാം. ഞാൻ 2 മിനിറ്റ് നിർത്തുന്നു, ചോദ്യങ്ങൾ വരട്ടെ. ചോദിക്കും. ഈ സ്റ്റാർട്ടപ്പ് എന്ന് പറഞ്ഞത് ഓൾറെഡി റൺ ചെയ്തിരിക്കുന്ന കമ്പനികൾക്ക് അത് സ്റ്റാർട്ടപ്പായി ചെയ്യാൻ പറ്റുമോ? അല്ലെങ്കിൽ പുതിയ ഒരു ആശയങ്ങൾ ഉണ്ടാകുമ്പോൾ ഏതൊക്കെ ടൈപ്പാണ് സ്റ്റാർട്ടപ്പിൽ വരിക? അതൊന്ന് വിശദീകരിച്ച് കഴിഞ്ഞാൽ ബെറ്റർ ആയിരിക്കും. അതായത് ഇപ്പോഴത്തെ നിയമം അനുസരിച്ചിട്ട് 10 വർഷത്തിൽ
രജിസ്റ്റർ ചെയ്തിട്ട് ഇപ്പോൾ 2003 അല്ലേ, അപ്പോൾ ഒരു 10 വർഷം മുൻപ് തുടങ്ങിയതിന് വരെ നമുക്ക് സ്റ്റാർട്ടപ്പ് രജിസ്ട്രേഷൻ കിട്ടും. അത് എന്നിട്ട് അടുത്ത 10 വർഷം വരെ അതിന് സ്റ്റാർട്ടപ്പ് എന്ത് കാണും, സ്റ്റാറ്റസ് ഉണ്ടായിരിക്കും 10 വർഷം മുൻപ് വരെ. പക്ഷേ അതിന് ലിമിറ്റ് ഉണ്ട്. അതായത് സ്റ്റാർട്ടപ്പിൻ്റെ പല സംഭവങ്ങളും നമുക്ക് ഇവൻറ്റ്സ് ഉണ്ടായിരിക്കും, പുറത്തേക്ക് പോകാനുള്ള അവസരങ്ങൾ തരും, VC-കൾ അവർ അറേഞ്ച് ചെയ്യും, ഏഞ്ചൽ ക്യാപിറ്റൽ, അതിലൊക്കെ നിങ്ങൾക്ക് പങ്കെടുക്കാൻ പറ്റും. പക്ഷേ നിങ്ങൾക്ക് ടാക്സ് ബെനിഫിറ്റുകൾ കിട്ടില്ല. ഇപ്പം 2 വർഷം കഴിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിലാണ് ഫുൾ സ്റ്റാർട്ടപ്പിൻ്റെ എല്ലാം നമുക്ക് കിട്ടുള്ളൂ. തുടങ്ങിയിട്ട് 2 വർഷമെങ്കിലും ആയിരിക്കുക. അതിലും കൂടുതലായാൽ 10 വർഷം വരെ നമുക്ക് സ്റ്റാർട്ടപ്പായിട്ട് രജിസ്റ്റർ ചെയ്യാൻ പറ്റും. പക്ഷേ നമുക്ക് എല്ലാ ആനുകൂല്യങ്ങളും അതിൽ നിന്ന് കിട്ടില്ല. സെൻട്രൽ ഗവൺമെൻറ്റാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ അവരുടെ നമ്പർ കിട്ടിയാൽ മാത്രമാണ് കേരള സ്റ്റാർട്ടപ്പ് മിഷനും രജിസ്റ്റർ ചെയ്യാൻ നമ്മളെ അനുവദിക്കുകയുള്ളൂ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഡിപ്പ് നമ്പറുകൾ കിട്ടുന്നതോടുകൂടിയിട്ട് നമുക്ക് കിട്ടുന്നു. ഗുഡ് മോർണിംഗ് സാർ. പറയാലോ അല്ലേ? ഓക്കെ. നേരത്തെ സ്ലൈഡിൽ ടൈപ്പ് ഓഫ് സ്റ്റാർട്ടപ്സ് എന്ന് പറഞ്ഞിട്ട് സാറ് പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രൈവറ്റ് ലിമിറ്റഡ്, LLP. പ്രൈവറ്റ് ലിമിറ്റഡ്, LLP ഈ 2 ടൈപ്പ് അല്ലേ പറഞ്ഞത്? എൻ്റെ ക്വസ്റ്റ്യൻ, സോൾ പ്രൊപ്രൈറ്ററിഷിപ്പ് ആണെങ്കിൽ, സിംഗിൾ ഓണർ ആണെങ്കിൽ സ്റ്റാർട്ടപ്പുകളിൽ രജിസ്റ്റർ ചെയ്യാൻ സാധിക്കുന്നില്ല. അപ്പോൾ അതെന്താണ്, എങ്ങനെയാണ് നമ്മൾ അതിനെ ഓവർകം ചെയ്യുക? അതായത് DIN വേണം, ഡയറക്ടർ നമ്പർ വേണം. അപ്പോൾ ഈ സോൾ പ്രൊപ്രൈറ്ററിഷിപ്പിൽ എങ്ങനെയാണ് ഡയറക്ടർ നമ്പർ എടുക്കുക? അത് മറ്റേലോട്ട് മാറ്റിയാൽ തന്നെ പറ്റുള്ളൂ. അതിന് വേറെ ഓപ്ഷനുകളൊന്നും ഇല്ല. അപ്പോൾ നമ്മളൊരു സെക്കൻഡ് പാർട്ട്ണറെ ആഡ് ചെയ്യണോ? അതിൽ നമുക്ക് ചേഞ്ച് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട്. ഇത് നമ്മുടെ പ്രൈവറ്റ് ലിമിറ്റഡിൽ നിന്ന് LLP ആയിട്ടും മാറ്റാം, അല്ലെങ്കിൽ X1 ഇങ്ങോട്ട് ചേഞ്ച് ചെയ്യാൻ നമ്മുടെ ഇത് സഹായിക്കും. ആപ്ലിക്കേഷൻ കൊടുത്താൽ സഹായിക്കും. പക്ഷേ എന്തുണ്ടാവും, നമ്മൾ നേരത്തെ തുടങ്ങിയാണെങ്കിൽ പുതിയത് തുടങ്ങണമായിരിക്കും അതിലെളുപ്പം. ഇത് ക്ലോസ് ചെയ്തിട്ട് പുതിയത് തുടങ്ങിയാൽ എന്താവും, നമുക്ക് ശരിക്കുള്ള സ്റ്റാർട്ടപ്പുകളുടെ കൂടുതൽ ബെനിഫിറ്റ് കിട്ടും. അപ്പോൾ നമ്മൾ പഴയതിൽ തന്നെ നിൽക്കേണ്ടതില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇത് ഞാൻ നേരത്തെ പറഞ്ഞതിന് ഒരു ഉദാഹരണമാണ്. നമ്മൾ വലിയ ഐഡിയകളാവണമെന്നില്ല. ക്ലിയർ ആണോ? കേട്ടിട്ടുണ്ടോ സെപ്റ്റോന്ന്? 2 ചെറിയ പിള്ളേരായിരുന്നു. ഇപ്പോൾ അന്ന് 19 വയസ്സാണ് മുൻപുണ്ടായിരുന്നത്. ആ സമയത്ത് അവരുടെ ആസ്തി എത്രയാണ്? 150 CR ആണ്. ക്ലിയർ ആണോ? 150 കോടി ആസ്തിൻ്റെ ആർക്ക്? ഈ 2 പിള്ളേർക്കും. അപ്പം ഇവർ ചെയ്തത് എന്താണ് അറിയുന്നവർക്കൊന്നും പറയാം. മൈക്ക് ഇങ്ങോട്ട് ആരെയും കൊടുത്താൽ. ഹലോ ഇതവിടെ സാർ, ഞാനൊരു സംശയം ചോദിക്കാനായിരുന്നു. നമ്മുടെ സബ്ജക്ട് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എങ്ങനെ ബിസിനസ് വളർച്ച? ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിൽ നമുക്ക് ടെക്നോളജി ഇംപ്ലിമെന്റ് ചെയ്യുക എന്നതാണ് നമ്മുടെ ടെക്നോളജി. ഇതും കൂടി ആഡ് ചെയ്താൽ മാത്രമാണ് നമ്മുടെ ബിസിനസ് വളർത്താനുള്ള ഓരോരോ സംഭവങ്ങളാണ്. ഇപ്പൊ നമ്മൾ സ്റ്റാർട്ടപ്പുകളെ പറ്റിയിട്ടൊക്കെ സംസാരിക്കുന്നത്, അതോ അതിലേക്ക് ആ സബ്ജക്റ്റിലേക്ക് ഇനി വരുന്നുണ്ടോ? അതോ സ്റ്റാർട്ടപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ഇതിന്റെ പാർട്ട് എന്തുകൂടിയാണ്? ടെക്നോളജി ഡ്രൈവ് കൂടിയാണ് അല്ലേ? സബ്ജക്റ്റ് അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും അല്ലെങ്കിൽ ടെക്നോളജി കൂടി ആഡ് ചെയ്യുമ്പോഴാണ് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമ്മുടെ ബിസിനസ്സിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഇത് മസ്റ്റായിട്ട് പറയേണ്ടതുണ്ട് എന്നത് എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ്. മനസ്സിലായില്ലേ? ഞാനൊരു 20 years-ആയി ഐ ആം റണ്ണിങ് കമ്പനി. മനസ്സിലാവണ്ട? അത് വെച്ചിട്ട് ഉള്ള എക്സ്പീരിയൻസ് കൂടിയാണ് ഞാൻ പറയുന്നത്. അല്ലാതെ നമുക്ക് വെറുതെ ഇങ്ങനെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ കുറിച്ചിട്ട് നമുക്ക് കുറേ എന്ത് വേണമെങ്കിൽ കുറേ പറയും. എനിക്ക് ന്യൂറൽ നെറ്റ്വർക്ക് എന്താണ്, ഡീപ്പ് ലേണിംഗ് എന്താണ് എന്നൊക്കെ പറഞ്ഞു പോയിട്ട് ഒരു കാര്യമില്ല നമുക്ക്. അപ്പം നമുക്ക് ആവശ്യം എന്താണ്? അതുകൊണ്ടാണ് ഈ രീതിയിൽ അവതരിപ്പിക്കുന്നത്. ഒരു ടെക്നോളജി ബേസ് ആയിട്ട് നമ്മുടെ ബിസിനസ്സിനെ മാറ്റണം. അതാണ് മെയിൻ. അപ്പം ഇത് പറഞ്ഞത് ഇവർ എന്ത് ചെയ്തു,
നമ്മുടെ ഫ്ലിപ്കാർട്ട് മോഡലാണ് അല്ലേ? ഫ്ലിപ്കാർട്ട് പോലെ അല്ലെങ്കിൽ ആമസോൺ പോലെ സാധനങ്ങൾ കൊടുക്കുന്ന ഒരു ടീമാണ് സെപ്റ്റോ. അവരെന്ത് ചെയ്യുന്നു? വിത്തിൻ 10 മിനിറ്റ്സ് അത് കൊടുക്കുന്നു. മനസ്സിലാവുണ്ടോ? അതായത് ഡെലിവറി എന്ത് ചെയ്യും? നമ്മളൊരു സാധനം ഓർഡർ ചെയ്താൽ അത് 10 മിനിറ്റ് കൊണ്ട് ഓക്കെ. അപ്പം നമുക്ക് 10 മിനിറ്റ് കൊണ്ട് ഡെലിവർ ചെയ്യുന്നു എന്ന ഒരു ഓപ്ഷൻ കൂടി വെച്ചപ്പോൾ അവർക്ക് എന്ത് പറ്റി? ഇവാലുവേഷന് കൂടി. നേരത്തെ 5 കാര്യങ്ങൾ പറഞ്ഞില്ലേ, അതിൽപ്പെട്ട ഒന്നാണ് ഇത്. അങ്ങനെ ഇവാലുവേഷൻ പർപ്പസിൽ വരുമ്പോൾ നമുക്ക് നമ്മുടേതായ സംഭവങ്ങൾ പറയാനുണ്ടാവണം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? നല്ല ഫണ്ടിങ് കിട്ടും. മനസ്സിലായില്ലേ? അങ്ങനെയാണ് നമുക്ക് ഇത് വളർത്താൻ പറ്റുള്ളൂ. ഇപ്പോൾ മുൻപ് കൊച്ചിയിലൊരു കമ്പനി ഉണ്ടായിരുന്നു, ഒരു ഫുഡ് എന്താണ് പറയുക, നമ്മുടെ ഫുഡ് മെനു ചെയ്യുന്നതാണ്. അപ്പോൾ അവരെന്ത് ചെയ്തു? അതിൽ ടെക്നോളജി ചെറുതായിട്ട് AI ഇംപ്ലിമെൻ്റ് ചെയ്യുന്നു. ഷെയ്ക്ക് ആൻഡ് മേക്ക് അല്ലെങ്കിൽ ഫോട്ടോ എടുക്കുന്നു, അപ്പം തന്നെ അത് വെച്ചിട്ടുള്ള മെനുകൾ പറഞ്ഞു തരുന്നു. അപ്പോൾ വെറും ഒരു മെനു കമ്പനി എന്നതിലപ്പുറം അവർക്ക് എന്ത് കിട്ടി? ഞങ്ങൾ AI അതിൽ ഇംപ്ലിമെൻ്റ് ചെയ്തിട്ടുണ്ട് എന്ന് പറയുമ്പോൾ എന്തായി? അവരുടെ ഇവാലുവേഷൻ എന്തായി? കൂടി. അപ്പോൾ അവർക്ക് ഭയങ്കര ഫണ്ടിങ് കിട്ടി. അപ്പം നേരത്തെ പറഞ്ഞു നമുക്ക് ഷർട്ട് ഇത് നോക്കിയാൽ അതിന് സജസ്റ്റ് ചെയ്ത് വരുന്നു. അതൊക്കെ എന്താണ് പറയുന്നത്? എല്ലാം AI തന്നെയാണ്. ഡാറ്റ എവിടേക്കോ ഉണ്ടോ അതെല്ലാം AI ആണ് ആക്ച്വലി. അപ്പോൾ നമ്മുടെ ഇന്ത്യ എന്താണ്? 3rd ലാർജസ്റ്റ് ഇക്കോസിസ്റ്റമാണ് ഇത്. സ്റ്റാർട്ടപ്പ് ഇക്കോസിസ്റ്റമാണ് ലോകത്ത് തന്നെ. അപ്പോൾ US-നും ചൈനക്കും ശേഷം നമുക്കാണ് എന്ത്? 3rd ഇത്. സിംഗപ്പൂരിലും UK-ലും മുകളിലാണ് ഇത് നമ്മുടെ യൂണിക്കോൺ ഷെയർ. യൂണിക്കോൺ എന്ന് പറഞ്ഞാൽ $1 ബില്യൺ ബിസിനസ്. ഇതാണ് ഡിസ്റപ്റ്റീവ് ഇന്നോവേഷൻ എന്ന് പറയുന്നത്. നമ്മുടെ ഇന്നോവേഷനുകൾ എന്താവണം? ഡിസ്റപ്റ്റീവ് ആവുക. ഡിസ്റപ്റ്റീവ് മീൻസ് അതിനുള്ള ടിപ്പിക്കൽ എക്സാമ്പിളാണ് ഇത്. പണ്ട് കാലത്ത് കുതിരവണ്ടിയിലായിരുന്നു ആളുകൾ സഞ്ചരിച്ചിരുന്നത് അല്ലേ? ഈ കുതിരവണ്ടിയിൽ നിന്നും ആ സമയത്ത് എന്ത് ചെയ്തു? നമ്മുടെ ഹെൻറി ഫോർഡ് കാറുണ്ടാക്കി. അപ്പം നല്ല സ്പീഡുള്ള കുതിര എന്നതിന് പകരം എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ് ഇത്. കുതിരയിൽ നിന്നും കാറിലോട്ടുള്ള ഒരു മാറ്റം. അല്ലെങ്കിൽ നമ്മുടെ ടൈപ്പ് റൈറ്ററിന് പകരം എന്ത് വന്നു? ഈ വേർഡ് പ്രോസസ്സുകൾ വന്നു. അതാണ് ഇത് ഒരു ഡിസ്ട്രപ്റ്റീവ് ഇന്നോവേഷനുകളാണ്. അതായത് ബിഗ് ചേഞ്ചസ് ഫ്രം ദി കൺവെൻഷണൽ മെത്തേഡ്. അല്ലെങ്കിൽ ഒന്നും ഇല്ലാത്തതിൽ നിന്ന്, പൂജ്യത്തിൽ നിന്നും തുടങ്ങിയിട്ട് പുതിയൊരു സംഭവം ഉണ്ടാക്കുന്നതിനാണ് നമ്മൾ എന്ത് പറയുക? ഡിസ്ട്രപ്റ്റീവ് എന്ന് പറയാം. ഡിസ്ട്രപ്റ്റീവുകൾക്കാണ് എന്ത്? കൂടുതൽ ടെക്നോളജി ഡിസ്ട്രപ്റ്റീവ് വരുമ്പോഴാണ് അവർക്ക് കൂടുതൽ ഗ്രോത്ത് ഉണ്ടാവുക. ഏത് കമ്പനിക്കും. നമ്മൾ കഴിഞ്ഞ ഡിക്കേഡ്സ്, കഴിഞ്ഞ 10 വർഷങ്ങൾക്ക് മുമ്പുള്ള 10 വർഷങ്ങളിൽ ഭയങ്കരമായിട്ട് ഓല, ഓയോ അങ്ങനെ ഒരുപാട് എണ്ണം വന്നു. അതൊക്കെ എന്തായിരുന്നു? ഡിസ്ട്രപ്റ്റീവുകളായിരുന്നു. അതായത് കൺവെൻഷണൽ മെത്തേഡിൽ നിന്നും പുതിയത് ഒന്ന് ഉണ്ടാവുന്നു. അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡിസ്ട്രപ്റ്റീവ് എന്ന് പറയുന്നത്. ഇപ്പം നമ്മുടെ ഇൻഡസ്ട്രി റെവല്യൂഷനാണ് ഈ കാണിച്ചിട്ടുള്ളത്. നമുക്കൊക്കെ അറിയാവുന്നതാണ്. ഫസ്റ്റ് ഇൻഡസ്ട്രി റെവല്യൂഷൻ എന്ന് പറയുന്നത് 18-ാം നൂറ്റാണ്ടിൽ എന്ത് വന്നു? സ്റ്റീം എൻജിൻ ബേസ്ഡ് ആയിട്ടുള്ള ഇത് വന്നതോടുകൂടി വലിയ മാറ്റങ്ങളുണ്ടായി. അത് കഴിഞ്ഞിട്ട് ഇലക്ട്രിസിറ്റി ബേസായിട്ട് മാസ് പ്രൊഡക്ഷനുകൾ തുടങ്ങി. ക്ലിയർ ആവുണ്ടോ? അതിന് ശേഷമാണ് എന്ത് വരുന്നത്? കമ്പ്യൂട്ടറുകൾ വരുന്നത്. കമ്പ്യൂട്ടറും ഇതും. അതിൻ്റെ ശേഷം ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് എവിടെയാണ്? ഇൻ്റലിജൻറ്റ് ആൻഡ് കോഗ്നിറ്റീവ് വേൾഡിലാണ്. കോഗ്നിറ്റീവ് വേൾഡ് എന്ന് പറഞ്ഞാൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ലോകത്തിലാണ്. അതായത് ഫസ്റ്റും സെക്കൻഡും കഴിഞ്ഞുള്ള 3rd കമ്പ്യൂട്ടർ ഇൻഡസ്ട്രി റെവല്യൂഷനാണ്. 4th ഇൻഡസ്ട്രി റെവല്യൂഷനാണ് നമ്മളിപ്പോൾ നിലകൊള്ളുന്നത്. ഇപ്പം നേരത്തെ പറഞ്ഞതുപോലെ
എ ഐ പണ്ടേ ഉണ്ട്. എ ഐ നമുക്ക് ഇപ്പോൾ പോസിബിൾ ആവാനുള്ള കാരണം, ഇപ്പം നമുക്ക് പ്രാക്ടിക്കൽ ആവാനുള്ള കാരണം ഇതാണ്. അതായത് നമുക്ക് എന്തുണ്ട്, നല്ല ഇൻ്റർനെറ്റ് കണക്ഷൻ ഉണ്ട്, നല്ല ബാൻഡ് വിഡ്ത്ത് ഉണ്ട്, 5G കണക്ഷനുകളുണ്ട്. ഒന്നാമത്തത് ഇൻ്റർനെറ്റ് കണക്ഷൻ. രണ്ടാമത്തത് നമുക്ക് സ്റ്റോറേജ് കപ്പാസിറ്റി എന്തുണ്ട്, കൂടിയിട്ടുണ്ട് അല്ലേ. ഓഡിയോ വീഡിയോകൾ നമുക്ക് ഇഷ്ടം പോലെ സേവ് ചെയ്യാനുള്ള ഓഡിയോ വീഡിയോകൾ കോണ്ടൻറ്റ് ഇഷ്ടം പോലെ അവൈലബിൾ ആണ്. വീഡിയോ നന്നായിട്ടുണ്ട് നമുക്ക്, അല്ലെ ഓഡിയോ ഇപ്പോൾ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ എന്ത് ഡിവൈസുകൾ ചീപ്പ് റേറ്റിൽ നമുക്ക് ലഭിക്കുന്നു. കുറഞ്ഞ പൈസക്ക് തന്നെ നമുക്ക് എന്ത് കിട്ടും, നല്ല മൊബൈലുകൾ, നല്ല ലാപ്ടോപ്പുകൾ, വലിയ പ്രോസസ്സിങ് കപ്പാസിറ്റിയുള്ള കമ്പ്യൂട്ടർ മെഷീൻസ് നമുക്ക് ലഭിക്കുന്നു. അങ്ങനെ ഈ 3 കാര്യങ്ങളുടെ ഈ 3 അവൈലബിലിറ്റി ഉണ്ടായതുകൊണ്ടാണ് എന്ത് എ ഐ നമുക്കിപ്പോൾ പോസിബിൾ ആയത്. ക്ലിയർ ആണല്ലോ അല്ലേ? ഇനി എ ഐ എന്ന് പറഞ്ഞാൽ ഇതുവരെ ഉള്ളതിൽ നിന്നും ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയിട്ടുള്ള ഇതാണ്, ടെക്നോളജി റെവല്യൂഷനാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എ ഐ എന്ത് ചെയ്യും, നമ്മുടെ ലൈഫ് ബെറ്റർ ആക്കാനും ഈസി ആക്കാനുമാണ് എന്ത് ചെയ്യുന്നത്, എ ഐ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എന്ത് വേണം, മനുഷ്യന്മാരുടെ ലൈഫ് ഈസി ആക്കുക, ബെറ്റർ ആക്കുക എന്നതാണ്. അപ്പോൾ അത് നമ്മൾ ഡെമോക്രറ്റൈസ് ചെയ്യണം. എ ഐ എല്ലാവർക്കും അവൈലബിൾ ആക്കണം. ക്ലിയർ ആണല്ലോ? അപ്പോൾ എവിടെയൊക്കെയോ നമുക്ക് എ ഐ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പറ്റുമോ, ഏത് ബിസിനസ്സിൽ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പറ്റുമോ അവിടെയൊക്കെ നമ്മൾ എ ഐ ഉപയോഗിക്കുക എന്നതാണ് നമ്മളുടെ ഈ കാലത്തെ ഒരു ലക്ഷ്യമായിട്ട് നമ്മൾ കാണേണ്ടത്. ഇനി ഏത് ലോക്കൽ ബിസിനസ് ആണെന്ന് കരുതിക്കോ, അതൊരു ഗ്രോസറി സ്റ്റോർ ആവട്ടെ, അല്ലെങ്കിൽ ടെക്സ്റ്റൈൽസ് ആവട്ടെ, അല്ലെങ്കിൽ റെസ്റ്റോറൻ്റ് ആവട്ടെ, അവിടെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എ ഐ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പറ്റും. എങ്ങനെയെന്ന് പറഞ്ഞാൽ, ഒന്നാമത്തേത് കസ്റ്റമർ ബിഹേവിയർ ആണ്. ഒന്ന് മനസ്സിലാവണ്ടോ, നമ്മുടെ ഈ പ്രൊഡക്റ്റ് എന്തുകൊണ്ടാണ് ആളുകൾ വാങ്ങുന്നത്, എങ്ങനെയാണ് വാങ്ങുന്നത്, എപ്പോൾ വാങ്ങുന്നു, അവരുടെ ഫീഡ്ബാക്ക് എന്താണ്, ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും, കസ്റ്റമർ ബിഹേവിയർ പറ്റും അല്ലേ. നമ്മുടെ ഒരു പ്രൊഡക്റ്റ് വീണ്ടും വാങ്ങണമെങ്കിൽ അതിന് കുറച്ച് കാര്യങ്ങൾ ഉണ്ടായിരിക്കും. അപ്പോൾ ഒന്നാമത്തേത് കസ്റ്റമർ ബിഹേവിയർ അനലൈസ് ചെയ്യാൻ നമുക്ക് എന്ത് ഉപയോഗിക്കാൻ പറ്റും. ഏത് ഇൻഡസ്ട്രിയിലും, ചെറിയ ഇൻഡസ്ട്രി ആണെങ്കിൽ പോലും നമ്മളത് ചെയ്തിരിക്കണം. നമ്മൾ ഫീഡ്ബാക്കുകൾ നോക്കിയാൽ മാത്രമാണ് നമ്മുടെ ബിസിനസ് എപ്പോഴും വർദ്ധിക്കുകയുള്ളൂ. ക്ലിയർ ആണല്ലോ അല്ലേ? രണ്ടാമത്തേത് ഫോർകാസ്റ്റിംഗ് ആൻഡ് പ്രഡിക്ഷൻ. ഇപ്പോൾ ഈ മാർച്ച് മാസത്തിൽ നമ്മുടെ ഈ ഷോപ്പിൽ കൊക്കക്കോള ഇത്ര എണ്ണം വിറ്റു എന്ന് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നമുക്കറിയാൻ പറ്റും അടുത്ത വർഷം ഇത്ര സമയത്ത് ഈ മാസത്തിൽ നമുക്ക് എത്ര ഒരു ഡ്രിങ്ക്സ് ചിലവാകുന്നു. അതായത് നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ സെയിലുകൾ, അതുപോലെ തന്നെ മാർക്കറ്റിങ്, ഇതൊക്കെ പ്രഡിക്റ്റ് ചെയ്യാനും ഫോർകാസ്റ്റ് ചെയ്യാനും. ക്ലിയർ ആണല്ലോ? നമുക്ക് ഭാവി പ്രവചനങ്ങൾ നടത്താൻ എന്ത് ഉപയോഗിക്കാം, എ ഐ. അങ്ങനെയാണ് ശരിക്ക് നമ്മുടെ ബിസിനസ്സിൽ എ ഐ നമുക്ക് ഉപകാരപ്പെടുന്നത്. അതാണ് അതിൻ്റെ എക്സാക്റ്റ് ഇത്. ഇവൻ ഇത് പറഞ്ഞോളൂ. നമ്മുടെ കസ്റ്റമർ ബിഹേവിയർ എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ നമ്മൾ ഫിസിക്കലായിട്ട് മേടിക്കുമ്പോൾ എങ്ങനെയാണ് വരിക, ഓൺലൈനിൽ കൂടെ നമ്മൾ ഗ്രോസറി ഐറ്റംസ്, ടെക്സ്റ്റൈൽസ് ഒക്കെ പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്കത് എ ഐ കണക്ട് ചെയ്യാൻ വളരെ ഈസിയാണ്. അതിൻ്റെ റിസൾട്ട് നല്ലവണ്ണം കിട്ടും. പക്ഷേ നമ്മൾ ഫിസിക്കലായിട്ട് കസ്റ്റമറായിട്ടുള്ള ബിഹേവിയർ എങ്ങനെയാണ് അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുക, അതിൻ്റെ ഔട്ട് എങ്ങനെയായിരിക്കും? നമുക്ക് യഥാർത്ഥത്തിൽ ഡാറ്റ ഇല്ലാതെ ഇതൊന്നും ഒരിക്കലും സാധ്യമാവില്ല, സത്യം പറയാം. അപ്പോൾ അത് നമ്മൾ ടാബുലേറ്റ് ചെയ്യുക, എൻ്റർ ചെയ്തിട്ട് ചെയ്യുക എന്നത് തന്നെയാണ്. ചെറിയ ഡാറ്റ ആണെങ്കിൽ പോലും നമ്മൾ ഏത് തരം കസ്റ്റമറാണ് വരുന്നത്, അതൊക്കെ അവരുടെയൊക്കെ എന്ത് മാർക്കറ്റിംഗ് നടത്തണമെങ്കിലും അവരുടെ ഇത് നമ്മുടെ ഡീറ്റെയിൽസ് നമ്മുടെ കയ്യിലുണ്ടായിരിക്കണം.
അത് എങ്ങനെ നമുക്ക് അവരുടെ അടുത്ത് നിന്ന് എടുക്കാൻ പറ്റുമോ എന്നത് നമ്മൾ തന്നെ നോക്കിയിട്ട് അത് ചെയ്യേണ്ടി വരുമോ. അല്ലാതെ നമുക്കൊരിക്കലും, അല്ലെങ്കിൽ അതിലും ഹൈ ലെവലുള്ള എന്തെങ്കിലും ടൂളുകളൊക്കെ വെച്ചിട്ട് ചെയ്യാൻ പറ്റും. അതൊന്നും നമുക്ക് സാധാരണഗതിയിൽ പോസിബിൾ അല്ല. മനസ്സിലാവുണ്ടോ? എക്കണോമിക്കലി അതൊന്നും സാധിക്കില്ല. അപ്പം ഇങ്ങനെ ഡാറ്റ എൻട്രികൾ തന്നെ നമ്മൾ അതിന് വേണ്ടിയിട്ട് ടൂളുകളോ ERPകളോ നമ്മുടെ CRMകളോ ഒക്കെ നമുക്ക് ഉപയോഗിക്കാം, അങ്ങനെ ചെയ്യാം. ഇപ്പോൾ വേറൊന്ന് പറയുന്നത് നമ്മുടെ ഫാമേഴ്സ് അല്ലേ, ഫാമേഴ്സ് എന്ന് പറഞ്ഞാൽ വളരെ മാർജിനലൈസ്ഡ് ആയിട്ടുള്ള ഒരു കാറ്റഗറിയാണ്. സമൂഹത്തിൽ താഴെക്കടയിലുള്ള ഒരു ടീമാണ് ഇത്, നമ്മുടെ കർഷകർ. അവർക്കും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? AI കൊടുക്കാൻ പറ്റും. എങ്ങനെയെന്ന് ചോദിച്ചാൽ നമ്മൾ അവരുടെ അടുത്ത് നിന്ന് ഡാറ്റ കളക്ട് ചെയ്യുന്നു. ഡാറ്റ കളക്ട് ചെയ്താൽ, ഉദാഹരണം പറഞ്ഞാൽ നമുക്ക് നമ്മുടെ എല്ലാറ്റിനും പറ്റും. ഉദാഹരണം പറഞ്ഞാൽ അതിൻ്റെ ഫെർട്ടിലൈസേഷന്, അല്ലെങ്കിൽ ഇതിലെങ്ങനെ പെസ്റ്റുകൾ വരുന്നു, ഏത് തരം പെസ്റ്റുകളാണ് വരുന്നത്, ഏത് സമയത്ത് വരും. അപ്പോൾ അവരുടെ മാത്രം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇത് പെസ്റ്റിസൈഡുകൾ കൊടുക്കാൻ പറ്റും. അല്ലെങ്കിൽ ഇറിഗേഷന്, ജലസേചനം നടത്തണമെങ്കിൽ എത്ര വേണം, മനസ്സിലാവുണ്ടോ? അതായത് നമുക്ക് പലതും എന്താണ്, നമ്മളൊരു സയൻറ്റിഫിക്കലി അല്ല കൃഷി നടത്തുന്നത്. നമ്മൾ ഇസ്രായേൽ കൃഷിയെക്കുറിച്ച് പറയാറുണ്ട്. അവരെന്താണ് ചെയ്യുന്നത്? അത് അനലൈസ് ചെയ്തിട്ട്, കൃഷി അനലൈസ് ചെയ്തിട്ട് എവിടെ എന്താണോ വേണ്ടത് അത് മാത്രം ചെയ്യുന്നു. മനസ്സിലാവുണ്ടോ? ഒരുപാട് നമുക്ക് വെള്ളം ഒഴിക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല പല കൃഷിക്കും, ഒരുപാട് പെസ്റ്റിസൈഡിന് ആവശ്യം ഉണ്ടാവില്ല. അപ്പം എവിടെ വേണം എന്നത് അവർ കൃത്യമായിട്ട് അനലൈസ് ചെയ്യുന്നു. അതിന് ടൂളുകൾ വെക്കാം, എന്തെങ്കിലും ചെറിയ ടൂളുകൾ വെക്കാം, ഓട്ടോമേറ്റ് ചെയ്യുക. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? AI നമ്മുടെ കൃഷിക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റും, ഫാമേഴ്സിന്. അതുവഴി നമുക്ക് ഒരുപാട് ഫാമേഴ്സ്, കുറേ ജോലിക്കാരുള്ള ഇത് ഒഴിവാക്കാൻ പറ്റും. അങ്ങനെ അവരുടെ പ്രൊഡക്ടിവിറ്റി, ഫാമേഴ്സിൻ്റെ പ്രൊഡക്ടിവിറ്റി നമുക്ക് കൂട്ടാൻ പറ്റും. നമുക്ക് വേണമെങ്കിൽ ഒരു തെങ്ങിൽ കയറുന്ന ഒരു ഉപകരണം ഉണ്ടാക്കുന്നു. നമ്മുടെ പിള്ളേരൊക്കെ അങ്ങനത്തെ ഉണ്ടാക്കാറുണ്ട് അല്ലേ? ഈ എഞ്ചിനീയറിംഗ് കോളേജുകളിലൊക്കെ എക്സിബിഷനുകളൊക്കെ കാണാം. അപ്പോൾ ഉപകരണം ഉണ്ടാക്കുന്നു, എന്നിട്ട് ഇതന്നെ എന്ത് ചെയ്യുന്നു? ഓട്ടോമാറ്റിക്കായിട്ട് തേങ്ങ പറിക്കുന്നു, മേലെ കയറിയിട്ട് പറിക്കുന്നു. അപ്പോൾ അവിടെ എന്ത് വേണം? തേങ്ങ വിളഞ്ഞതാണോ അല്ലെങ്കിൽ ഇളനീരാണോ എന്നൊക്കെ മനസ്സിലാവണം. അപ്പോൾ അവിടെയാണ് എന്ത് ചെയ്യുന്നത്? മറ്റേത് മെക്കാനിക്കൽ ഒരു ഉപകരണമാണ് തെങ്ങ് കയറുക എന്ന് പറയുന്നത്. ഇവിടെ തേങ്ങയുടെ ഇത് കണ്ടെത്തുന്നു. ഈ തേങ്ങയുടെ കുറേ ഡാറ്റ വേണം അതിന്, മനസ്സിലാവണ്ടോ? വിളഞ്ഞതാണോ അല്ലാത്തതാണോ എന്നൊക്കെ അറിയണമെങ്കിൽ. അപ്പം ഇതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? പഠിപ്പിച്ചു കൊടുക്കുന്നു. അതാണ് സത്യത്തിൽ അവിടെ AI ചെയ്യുന്നത്. മനസ്സിലാവണ്ടോ? നമ്മൾ ആദ്യം എന്താണ് ചെയ്യുന്നത്? ട്രെയിൻ ചെയ്യണം. ഒരു പട്ടി അല്ലെങ്കിൽ ഒരു ഡോഗ് അല്ലെങ്കിൽ ഒരു നായനെ ഇത് 4 കാലുണ്ട് എന്നത് കാണിച്ചു കൊടുത്താൽ ഇതിന് മനസ്സിലാവില്ല. കുറേ ഡാറ്റ കൊടുത്തിട്ട് എന്ത് ചെയ്യും? അത് പട്ടിയാണെന്ന് മനസ്സിലാക്കും. പിന്നീട് എന്ത് ചെയ്യും? അടുത്ത ലെവലിലോട്ട് പോകുമ്പോൾ അത് സ്വന്തമായിട്ട് ജനറേറ്റ് ചെയ്തിട്ട് പഠിച്ചിട്ട് അടുത്ത ലെവലിലോട്ട് പോകുന്നു. മനസ്സിലാവുണ്ടോ? അങ്ങനെയാണ് ശരിക്കും എന്ത് ചെയ്യുന്നത്? AI വർക്ക് ചെയ്യുന്നത്. ഇപ്പം നമ്മൾ ഇന്ന ചോദ്യങ്ങളൊക്കെ ചോദിച്ചാൽ ഇന്ന ആൻസർ എന്നത് അതിനെ പഠിപ്പിക്കുന്നു. അപ്പോൾ ഈ ChatGPT എന്ന് പറയുമ്പോൾ അതിന് എന്തുണ്ട്? ട്രില്യൺ കണക്കിന് വേർഡ്സും സെൻറ്റൻസും എല്ലാം അതിനെ പഠിപ്പിച്ചിട്ടുണ്ട്. കുറേ അതിനെ പഠിപ്പിക്കുന്നു, ബാക്കി അതിനെ എന്ത് ചെയ്യുന്നു? സ്വന്തമായിട്ട് കുറേ അതിൻ്റെ പെർമ്യൂട്ടേഷനും കോമ്പിനേഷനുകളും ഒക്കെ വെച്ചിട്ട് അത് പഠിച്ചെടുക്കുന്നു. അതാണ് എന്ത് വരുന്നത്? ഈ ഡീപ്പ് ലേണിങ്ങും അടുത്ത ലെവലുകളിൽ വരുന്നത്. അങ്ങനെയാണ് ഏത് AI-യും നമുക്ക് എവിടേക്ക് ഉപയോഗിക്കുക, എവിടെ ഉപയോഗിക്കുക, അവിടേക്ക് എന്ത് വേണം? കുറച്ച് ഡാറ്റ കൊടുക്കാൻ കഴിയണം. അപ്പോൾ ആദ്യത്തെ കുറച്ച് ഡാറ്റ വെച്ചിട്ട് നമ്മൾ അതിനെ പഠിപ്പിക്കുന്നു. പിന്നെ ചോദ്യങ്ങൾക്ക് നമ്മളൊരു ചാറ്റ് ബോട്ട്, സാധാ ചാറ്റ് ബോട്ടാണെങ്കിൽ എന്തുണ്ടാവും? അതിൽ വെറുതെ നമ്മൾ പറഞ്ഞ കുറച്ച് ക്വസ്റ്റ്യൻ ആൻസർ ഉണ്ടാവും. ചിലപ്പോൾ അത് റിലവൻ്റ് ആവണമെന്നില്ല, അതല്ലാത്ത ചോദിച്ചാൽ ഒന്നും പറയില്ല. കുറേ ആൻസർ ആര് പറയുന്നുണ്ട്? ChatGPT പറയും. അപ്പം അത്രയും അതിനെ ട്രെയിൻ ചെയ്തിട്ടുണ്ട്. മറ്റേത് ഇത് നാച്ചുറൽ ലാംഗ്വേജാണ്, അതായത് വേർഡുകളും ഇത് വെച്ചിട്ടാണ്. ചിത്രങ്ങളൊക്കെ ആണെങ്കിൽ ഇത് വേണ്ടി വരും. അതിന് ഒരുപാട് സാമ്പിളുകൾ, ഒരുപാട് വീഡിയോകൾ
ഓഡിയോകൾ എല്ലാം അതിന് കൊടുത്താലാണ് എന്ത് വരിക, സാമ്പിൾ സെറ്റ് ഒരുപാട് കിട്ടിയാലാണ് അത് ആക്യുറേറ്റ് ആയിട്ട് നമുക്ക് റിസൾട്ട് തരിക. ഇത് മെഡിക്കൽ സയൻസിലുള്ള കുറച്ച് ഉദാഹരണങ്ങളാണ്, നിങ്ങൾക്ക് അറിയുന്നതായിരിക്കും, അതുകൊണ്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. മെഡിക്കൽ സയൻസ് ആണ് AI ഏറ്റവും അധികം ഉപയോഗിക്കുന്നത്. അപ്പം അതിൽ കുറച്ച് എക്സാമ്പിളുകൾ എഴുതിയാണ്. ജീൻ എഡിറ്റിംഗ് എന്ന് പറയുന്നത് ഭാവിയിൽ പറയുന്നത് എന്താണ്, നമുക്ക് നമ്മുടെ തന്നെ ജീൻ എഡിറ്റൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു 100 വർഷം കഴിഞ്ഞാൽ എന്നാണ് പറയുന്നത്. 3D പ്രിൻ്റ് എന്ന് പറയാം, അതിപ്പോൾ ഉപയോഗിക്കുന്നുണ്ട്. പല ഓർഗനുകളും 3D പ്രിൻറ്റിങ് വെച്ചിട്ട് ചെറിയ ഓർഗനുകൾ നമുക്ക് നിർമ്മിക്കാൻ സാധിക്കുന്നുണ്ട്. മനസ്സിലാവുണ്ടോ? അതേ മെറ്റീരിയൽ ഉപയോഗിച്ച് എന്ത് ചെയ്യും, പുതിയ ഓർഗനുകൾ 3D പ്രിൻറ്റിംഗ് ടെക്നോളജി പ്രകാരം മെഡിക്കൽ സയൻസിൽ നിർമ്മിക്കുന്നുണ്ട്. ലോഞ്ചിവിറ്റി പ്രോജക്റ്റ് എന്ന് പറഞ്ഞാൽ കേട്ടിട്ടുണ്ടാവും അല്ലേ? അതന്നെ, നമുക്ക് അമരത്വം അല്ലെങ്കിൽ മരിച്ചു പോകാതിരിക്കാൻ അല്ലേ, നമ്മുടെ ഓരോരോ എന്താണ് സെല്ലുകൾ ഓർഗനുകളൊക്കെ മരിച്ചു പോകുന്നതാണ്, നമ്മളൊന്നാകെ മരിച്ചു പോകൽ. അപ്പം അങ്ങനെ മരിച്ചു പോകാതിരിക്കാൻ എങ്ങനെയാ അത് ഇതാവുക എന്നൊരു പഠനം ഉണ്ടായിരുന്നു. ജീനോം പ്രൊജക്റ്റ് വേറെ ഉണ്ടായിരുന്നു, അതേപോലെ വേറൊരു പ്രൊജക്റ്റായിരുന്നു ഇത്. അപ്പോൾ അവിടെയൊക്കെ നമ്മൾ ഏറ്റവും അധികം യൂസ് ചെയ്യുന്നത് എന്താണ്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആണ്. പിന്നെ ഡ്രഗ് ഡിസ്കവറി ഡെവലപ്മെൻറ്റ്, നമ്മുടെ കൊറോണ വാക്സിന് നമുക്ക് കിട്ടി ഇല്ലേ? കൊറോണ വാക്സിന് കുറേ ലേറ്റായിട്ടാണ് കിട്ടിയെന്ന് ആരെയും കരുതണ്ട. സത്യത്തിൽ അത് ഭയങ്കര സ്പീഡിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. പണ്ട് കാലത്ത് ഒരു വാക്സിൻ ഉണ്ടാക്കിയെന്ന് പറയുന്നത് ഒരുപാട് സമയമെടുക്കും ഇല്ലേ? ഒരുപാട് വർഷങ്ങളുടെ റിസർച്ചുകൾ, കുറേ റിസർച്ചുകൾ ചെയ്തിട്ടാണ് വാക്സിനുകൾ ഉണ്ടാക്കുക. അപ്പം നമുക്ക് AI വെച്ചാൽ എന്ത് ചെയ്യാൻ പറ്റും, ഇന്ന സംഭവങ്ങളൊക്കെയാണ് ഇതിനുള്ളത്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് സ്റ്റാറ്റിസ്റ്റിക്സ് പഠിക്കുന്നവർക്കറിയാം, പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ വാക്സിനുകൾ അല്ലെങ്കിൽ നമ്മുടെ ഡ്രഗുകൾ ഒക്കെ ഭയങ്കര സ്പീഡിൽ നമുക്ക് ലഭിക്കുന്നത് എങ്ങനെയാണ്, ഈ AI ടെക്നോളജി വെച്ചിട്ടാണ് നമുക്ക് ഇതൊക്കെ സ്പീഡായത്. റോബോട്ടിക് സർജറി ഒക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്, ഞാൻ അടുത്തേക്ക് പോവാം. അപ്പം അതായത് ഇപ്പോൾ വളരെ പെട്ടെന്നാണ് ഇത് ഇന്നൊവേഷൻ സൈക്കിളുകൾ, വേവുകൾ പോകുന്നത്. പണ്ടൊരു 60 വർഷം ഒരു ചേഞ്ച് ഉണ്ടാവാൻ, ചെറിയ ചേഞ്ചുകൾ ഉണ്ടാവാൻ കുറേ സമയം എടുത്തിരുന്നു. ഇപ്പോൾ എക്സ്പൊണൻഷ്യലി ആയിട്ട് എന്തുണ്ട്, ഭയങ്കരമായിട്ട് മാറ്റങ്ങളുണ്ട്. എന്തെങ്കിലും എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ ചെയ്യാട്ടോ, ഞാൻ ബോറടിക്കുന്ന രീതിയാണ്. കുറേ സമയമില്ലേ, എത്ര നേരെ നിർത്തണം എന്നുണ്ടെങ്കിലും പറയാട്ടോ. അപ്പം നമുക്ക് പണ്ട് വളരെ പതുക്കെയായിരുന്നു പലതും സംഭവിച്ചിരുന്നത്. ഇപ്പോൾ നമുക്ക് തന്നെ പറയാൻ പറ്റൂല എന്താണ് സംഭവിക്കുന്നതെന്ന് അല്ലേ? അപ്പം ഇനി നമ്മുടെ ഫ്യൂച്ചർ പറയുകയാണെങ്കിൽ എന്താവും, അത് അതിലും പണിപ്പെട്ടൊരു കാര്യമായിരിക്കും. അടുത്ത 50 വർഷം എന്താവും, അല്ലെങ്കിൽ അടുത്ത 100 വർഷം എന്താവും എന്നൊക്കെ ചോദിച്ച് എന്താവും, പ്രെഡിക്റ്റ് ചെയ്യാൻ പണിയാണ്. അപ്പോൾ നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്നത് എന്താണ്, ലാപ്ടോപ്പിനൊക്കെ കീപാഡ് ഉണ്ട്, മൗസ് പാഡ് ഉണ്ട് അല്ലേ? അത് അല്ലെങ്കിൽ ഇൻപുട്ട് ഡിവൈസുകളുടെ അത് വെച്ചാണ് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ഭാവിയിൽ അതൊക്കെ ഇല്ലാതാവും എന്നാണ് പറയുന്നത്. നമ്മൾ സ്പീച്ച് വെച്ച് മാത്രം എന്ത് ചെയ്യും, മെഷീനുകളെ ഭാവിയിൽ നമ്മൾ സ്പീച്ച് കൊണ്ട് മാത്രം കൺട്രോൾ ചെയ്യും. പിന്നെയും ഒരു 20-30 വർഷങ്ങൾ കഴിയുന്നുണ്ടാവും, നമുക്ക് ചിന്തിച്ചാൽ മതിയാവും. മനസ്സിലാവുണ്ടോ? അതായത് ഇപ്പോൾ നമ്മൾ മെഷീനുകളെ കൺട്രോൾ ചെയ്യുന്നത് ഇൻപുട്ട് ഡിവൈസ് വെച്ചാണ്. ഇനി ഈ ഇൻപുട്ട് ഡിവൈസ്, അതായത് നമ്മുടെ കീപാഡുകളൊക്കെ ഒഴിവായിട്ട് നമ്മൾ സൗണ്ട് വെച്ച് മാത്രം നമ്മുടെ മെഷീനുകളെ, ലാപ്ടോപ്പുകളൊക്കെ കൺട്രോൾ ചെയ്യും. അതും കഴിഞ്ഞാൽ എന്ത് മതി, നമുക്കിങ്ങനെ ചിന്തിച്ചാൽ തന്നെ നമ്മുടെ ചിന്ത, നമ്മുടെ ബ്രെയിൻ ടു ക്ലൗഡ് അല്ലെങ്കിൽ
ക്ലൗഡ് ടു മെഷീൻ ടു ബ്രെയിൻ നേരെ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നതാണ് പറയുന്നത്. ഭാവിയിൽ നമ്മുടെ ബ്രെയിനിലോട്ട് ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷൻ നടക്കുന്ന പറയും. അതും കഴിഞ്ഞാൽ എന്താവും? നമുക്ക് ചിന്തിക്കേണ്ട ആവശ്യം വരില്ല എന്ന് മനസ്സിലാവുണ്ടോ? നമ്മൾ ചിന്തിക്കണ തൊട്ട് മുൻപ് തന്നെ എ ഐക്ക് അത് മനസ്സിലാവും. ഇന്നയാളുടെ, അതായത് നമ്മുടെ മെഷീൻ ലേണിങ്ങും ഡീപ്പ് ലേണിങ്ങും ഒക്കെ ഉപയോഗിച്ചിട്ട് നമ്മൾ ചിന്തിക്കുന്നതിൻ്റെ മുൻപ് തന്നെ നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്ന് നമ്മുടെ എൻവിയോൺമെൻറ്റിന് മനസ്സിലാകും എന്നാണ് ഫ്യൂച്ചർ ടെക്നോളജിയെക്കുറിച്ച് പറയുന്നത്. ഇനി ഇതിൽ 2-3 കാര്യങ്ങളും പറഞ്ഞിട്ട് ഞാൻ ജസ്റ്റ് എ ഐ നമ്മൾ നേരത്തെ കാണിച്ച കുറച്ച് സംഭവം കാണിക്കുക. എ ഐ എങ്ങനെ ഉപയോഗിക്കുക എന്നുള്ളതിൻ്റെ 2 വീഡിയോകൾ കാണിച്ചിട്ട് 2-3 വീഡിയോ കാണിച്ചിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. കാരണം നമ്മളൊരു സെമിനാർ എവിടെ പോയിരിക്കും, നമ്മുടെ സമയത്തിന് വിലയുണ്ട്. അപ്പോൾ നമ്മൾ എന്തായാലും എന്തെങ്കിലും കുറച്ച് കാര്യം പഠിച്ചിരിക്കണം അല്ലേ? കുറേ കാര്യം പറഞ്ഞാൽ അതിലൊരു 2-3 കാര്യങ്ങളെങ്കിലും നമ്മൾ പഠിച്ചാൽ മാത്രമാണ് നമ്മുടെ സമയം, എൻ്റെയും നിങ്ങളെയൊക്കെ സമയം ഫ്രൂട്ട്ഫുൾ ആവുള്ളൂ. അപ്പോൾ ബിസിനസ് വിജയത്തിനുള്ള കുറച്ച് കാര്യങ്ങളാണ് എഴുതിയിട്ടുള്ളത്. നിങ്ങൾക്കറിയാവുന്നതാണ്, നമുക്കും ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്യുന്നു. അതായത് ഒന്നാമത് നമ്മുടെ നല്ല ഐഡിയ ആവണം, നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന് മാർക്കറ്റ് റിസർച്ചുകൾ നടത്തണം, ബ്രാൻഡിങ് നടത്തണം, അതൊന്ന്. മറ്റൊന്ന് നമ്മുടെ ഫിനാൻസും പാർട്ട്ണർമാരുമാണ്. നമുക്ക് പറ്റുന്ന ആളുകളാവണം എന്തുണ്ട് നമ്മുടെ പാർട്ട്ണർമാരാക്കേണ്ടത്. നമുക്കറിയാവുന്ന ടെക്നോളജി ഡൊമൈനിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ബിസിനസ് ചെയ്യേണ്ടത് നല്ലത്. അല്ലെങ്കിൽ ഒരാളെങ്കിലും അതിലെന്താണ് എക്സ്പേർട്ട് ആവണം. ഇപ്പോൾ എ ഐയുടെ കാലമാണ്. അപ്പോൾ നമുക്കൊരു എ ഐ ബിസിനസ് തുടങ്ങാമെന്ന് പറഞ്ഞാൽ അപ്പോൾ അതിനെക്കുറിച്ച് ഒന്നും അറിയാതെ നമ്മളത് ചെയ്യാൻ പാടില്ല. അപ്പോൾ നമ്മളെ കൂട്ടത്തിലുള്ള ആൾക്ക് അതിനെക്കുറിച്ചെങ്കിലും അറിയണം, അതൊന്ന്. പിന്നെ നമ്മുടെ ടീമും റിസോഴ്സുമാണ് മറ്റൊന്ന്. നമ്മുടെ അറിവുകൾ നിരന്തരം പുതുക്കണം, ടെക്നോളജി കണ്ടിന്യൂസ് ആയിട്ട് പുതുക്കണം. പിന്നെ നമ്മുടെ സർവീസുകൾക്ക് ക്വാളിറ്റി ഉണ്ടെങ്കിൽ മാത്രമാണ് അതിന് നിലനിൽപ്പുണ്ടാവുള്ളൂ. മനസ്സിലാവുണ്ടോ? അല്ലെങ്കിൽ എന്താവും, അത് സ്വാഭാവികമായിട്ട് തന്നെ ഇല്ലാതായിട്ട് പോകും. മറ്റൊന്നുള്ളത് ടാക്സും സുതാര്യതയാണ്. അതായത് ട്രാൻസ്പെറൻസി. പുതിയ കാലത്ത് എന്ത് വേണം, എല്ലാം ട്രാൻസ്പെറൻ്റ് ആയിരിക്കണം. അപ്പം നമ്മുടെ ബിസിനസ് വിജയിക്കണമെങ്കിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, ടാക്സൊക്കെ കൊടുത്തിട്ട് പ്രാക്ടീസ് ചെയ്തിട്ട് വരണം. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഒരു എലിക്ക് ഒരു റോഡ് അങ്ങോട്ട് മുറിച്ച് കടക്കാൻ പറ്റും. ആരെയും കാണാതെ ഒരു എലിക്ക് എന്ത് ചെയ്യാൻ പറ്റും, റോഡ് ക്രോസ് ചെയ്യാൻ പറ്റും. പക്ഷേ ഒരു ആനയ്ക്ക് റോഡ് ക്രോസ് ചെയ്യാൻ പറ്റില്ല ആരും കാണാതെ. അതായത് നമ്മുടെ ബിസിനസ് വളരെ വലുതാവണം എന്ന് നമ്മൾ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കണമെങ്കിൽ എന്ത് ചെയ്യണം, നമ്മൾ ടാക്സൊക്കെ കൊടുത്ത് ട്രാൻസ്പെറൻ്റ് ആക്കിയിട്ട്, ഇക്കാലത്ത് ട്രാൻസ്പെറൻസിയാണ് പല ടൂളുകളും നമ്മൾ ഉപയോഗിക്കുന്നത്. അതൊക്കെ ചെയ്താൽ മാത്രമേ നമുക്ക് ബിസിനസ് വിജയം ഉണ്ടാവുകയുള്ളൂ. അതുപോലെ തന്നെ നമ്മൾ നെറ്റ് എറയിൽ എന്ത് ചെയ്യും, ഫീഡ്ബാക്കുകൾ നമ്മൾ ഓൺലൈൻ ആളുകൾ മോശം പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമ്മുടെ സെയിൽസ് പോകും. ഇത് വളരെ വിശദമായിട്ട് പറയേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ ആവശ്യമുള്ളവർക്ക് നോട്ട് ചെയ്ത് വെക്കുക, അതുകൊണ്ട് ഉപയോഗിച്ചാണ്. അതുപോലെ തന്നെ ഗ്രീൻ എനർജിയുടെയും പരിസ്ഥിതി സൗഹൃദത്തിൻ്റെയും കാലമാണ്. അപ്പോൾ അതുകൂടി നമ്മളെ ബിസിനസ്സിൽ ഉണ്ടായിരിക്കണം. കുറച്ച് ടൂളുകളാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്, ഇവിടെ എക്സാമ്പിളായിട്ട് കൊടുത്തിട്ടുള്ളത്. ഒന്നാമത്തേത്, നമുക്ക് ഇതൊക്കെ ഉദ്ദേശിക്കുന്നത് ഒരു മീഡിയം അല്ലെങ്കിൽ ഒരു വലിയ ബിസിനസ് എല്ലാത്തിനെ കുറിച്ചാണ് നമ്മൾ ഇതൊക്കെ ചെയ്യേണ്ടി വരുന്നത്. മനസ്സിലാവുണ്ടോ? നമ്മൾ വലിയൊരു ബിസിനസ് ആണെങ്കിൽ എന്ത് വേണം, ERPകൾ എന്തായാലും ഉണ്ടായിരിക്കണം അതിൽ. അപ്പോൾ ഇവിടെ നമ്മൾ അതൊന്നും ഇല്ലാത്തതിന് നമുക്ക് കുറച്ച് ടൂളുകൾ, സാധാരണക്കാർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന കുറച്ച് ടൂളുകളാണ് ഞാൻ ഈ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതായത് ഗൂഗിളിൻ്റെ തന്നെ പലതും ഉണ്ടായിരിക്കും ഫ്രീ ആയിട്ട് കിട്ടുന്നത്, അതൊക്കെ നമ്മൾ ഉപയോഗപ്പെടുത്തുക.
അതായത് ഗൂഗിൾ ബിസിനസ് പേജ് ഉണ്ട്, അതിൽ രജിസ്റ്റർ ചെയ്താലാണ് നമുക്ക് എന്ത് പറ്റുക, നമ്മുടെ ഇതൊക്കെ സെർച്ചിലും SEOയിലൊക്കെ മുന്നിൽ വരിക. അതൊന്ന് നമ്മൾ ഉപയോഗപ്പെടുത്തുക. അതുപോലെ കാൻവ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്കത് തുറന്നു നോക്കാവുന്നതാണ്. നമുക്ക് തന്നെ പോസ്റ്ററുകൾ ഒക്കെ ഡിസൈൻ ചെയ്യാൻ പറ്റുന്ന, സാധാരണ ആളുകൾക്ക് പറ്റുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് ഇത് കാൻവ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ്, നമ്മുടെ പ്രൊമോഷൻ, നമ്മുടെ വീഡിയോ എഡിറ്റിങ്, ഇതിനൊക്കെ എന്ത് ഉപയോഗിക്കാം, ഈ കാൻവ പോലെയുള്ളവ ഉപയോഗിക്കാവുന്നതാണ്. അതിൽ കുറേ ടെംപ്ലേറ്റുകളുണ്ട്, അത് ഉപയോഗിച്ചിട്ട് നമുക്ക് പെട്ടെന്ന് ചെയ്യാവുന്നതാണ്. ആവശ്യമുള്ളവർക്ക് ഇത് ഫോട്ടോ എടുക്കാവുന്നതാണ്. പിന്നെ സോഹോ ഒരു മെയിനായിട്ടൊരു CRM ആണ്. CRM എന്ന് പറഞ്ഞാൽ കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെൻറ്റ്. നമുക്ക് വരുന്ന ക്ലയൻറ്റുകളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അടയാളപ്പെടുത്താൻ പറ്റും. നമുക്ക് കിട്ടുന്ന ലീഡുകളെ അടയാളപ്പെടുത്താൻ പറ്റും. അവർക്ക് മെയിലുകൾ ഓട്ടോമാറ്റിക് അയക്കാൻ, അങ്ങനെയുള്ള കുറേ ഫെസിലിറ്റികൾ ആര് തരുന്നുണ്ട്, സോഹോ ഫ്രീ ആയിട്ട് തന്നെ, ലിമിറ്റ് ഉണ്ടായിരിക്കും അതിന്, തരുന്നുണ്ട്. വേറെ CRMന് ഉദാഹരണമാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ ഇമെയിൽ മാർക്കറ്റിങ്ങിൽ നമുക്ക് മെയിൽ ചിമ്പ് പോലെയുള്ളവ ഉപയോഗിക്കാം. സോഷ്യൽ മീഡിയ, കുറേ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ എന്ത് വേണം, അത് മാനേജ് ചെയ്യാൻ ഏതെങ്കിലും ടൂളുകൾ ഉപയോഗിക്കാം. അല്ലേ, നമ്മുടെ ഇക്കാലത്ത് സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളാളുകളെ പറ്റിക്കും അല്ലേ, ഭയങ്കര പൈസ പറയും, എന്നിട്ട് അവർ ചെയ്യില്ലെന്താ, പലതും നമുക്ക് തന്നെ ചെയ്യാൻ പറ്റും അല്ലേ. അത് ജസ്റ്റ് ബൂസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ ആഡ് കൊടുക്കുകയൊക്കെ ചെയ്യുന്നതാണോ. അതേസമയം നമ്മൾ തന്നെ ഡിസൈൻ ചെയ്യുക, അല്ലെങ്കിൽ പോസ്റ്ററുകൾ നമ്മൾ തന്നെ ഡിസൈൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് പറ്റും, എമൗണ്ട് നമുക്ക് ലാഭിക്കാൻ പറ്റും. അപ്പോൾ ചെറിയ ബിസിനസ്സുകാരെ സംബന്ധിച്ച് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ തന്നെ ചെയ്യാൻ പറ്റുന്നത് നമുക്ക് തന്നെ ചെയ്യാവുന്നതാണ്. പിന്നെ വേറെ കുറച്ച് ടൂളുകൾ കൂടി എഴുതിയിട്ടുണ്ട്. അത് മെയിനായിട്ട് നമുക്ക് നമ്മുടെ പ്രൊഡക്റ്റുകൾ, പ്രോസസ്സുകൾ മാനേജ് ചെയ്യുക, പ്രൊജക്റ്റ് മാനേജ്മെൻറ്റ് എന്ന അർത്ഥത്തിലുള്ള സോഫ്റ്റ്വെയറുകളാണ്. ആവശ്യമുള്ളവർക്ക് അത് എഴുതിയെടുക്കാവുന്നതാണ് പലതും. അതുപോലെ ഒന്ന് വാട്സപ്പിലെ വേറൊന്നാണ് എന്താ പറയുന്നത്, നമ്മൾ ക്വിക്ക് കൊമേഴ്സ് എന്ന് പറയുന്നത്. ജിയോ മാർട്ടിൻ്റെ ഒക്കെ നമുക്ക് കാണാൻ പറ്റും അല്ലേ. ആപ്പ് ഉപയോഗിക്കുന്നതിന് പകരം എന്ത് ചെയ്യാം, വാട്സപ്പ് വെച്ച് തന്നെ നമ്മൾ ഇത് ചെയ്യുന്നു, സെയിൽ നടത്തുന്നു. വാട്സപ്പിൽ തന്നെ നമുക്ക് പർച്ചേസ് ചെയ്യാനും ഇതിനെല്ലാം ഓപ്ഷൻ ഉണ്ട്. ഇപ്പോൾ നമ്മുടെ ഗൂഗിളിൻ്റെ ബാർഡ് എന്ന് പറഞ്ഞ പുതിയ AI വന്നു. അപ്പോൾ അതിലുള്ള ഒരു സംഭവം എന്ന് പറഞ്ഞാൽ പുതിയ 2 ദിവസം മുൻപാണ് അത് ഇറങ്ങിയത്. ഇന്ത്യയിലൊക്കെ 2 ദിവസമായിട്ടുള്ളൂ നമുക്ക് കിട്ടാൻ തുടങ്ങിയിട്ട്. അപ്പം അതിലുള്ള ഒരു ഫീച്ചർ എന്ന് പറഞ്ഞാൽ കൊമേഴ്സാണ്. നമ്മൾ കൊമേഴ്സ് സൈറ്റൊന്നും വേണ്ട, അത് ഇത് വെച്ച് തന്നെ എന്ത് ചെയ്യാൻ പറ്റും, AI വെച്ച് തന്നെ നമുക്ക് പർച്ചേസ് വളരെ എളുപ്പത്തിൽ നടത്താൻ പറ്റും. ഒരു കൊമേഴ്സ് സൈറ്റ് പോലെ അത് റൺ ചെയ്തിട്ട് നമുക്ക് പർച്ചേസ് ചെയ്യാം. മാത്രമല്ല അതിൻ്റെ വിലകളുടെ കമ്പാരിസൺ ഇതന്നെ തരും, നമുക്ക് ഗൂഗിളിൻ്റെ AI തന്നെ തരും. അതുപോലെ അത് എവിടെ കിട്ടുന്നു, നമ്മുടെ വീട്ടിൽ നിന്നും അത് ഗൂഗിൾ മാപ്പിൽ കാണിക്കുന്നു. അങ്ങനെ ഒരുപാട് ഓപ്ഷൻ. ഒരു പക്ഷേ ChatGPTയേക്കാൾ കുറച്ചുകൂടി മുന്നോട്ട് പോകാൻ ഗൂഗിൾ AIക്ക് ബാർഡിന് സാധ്യതയുണ്ട്. അത്രയും ഫീച്ചറുകളാണ് അവർ അടുത്ത ഭാവിയിൽ, സമയമെടുക്കുക, 2-3 വർഷം എടുക്കുമായിരിക്കും, എന്നാലും അത്രയും ഫീച്ചറുകൾ അവർ ഉണ്ട് എന്നാണ് അനൗൺസ് ചെയ്തിട്ടുള്ളത്. ക്ലിയർ ആണല്ലോ അല്ലേ? ഇനി ChatGPT എങ്ങനെ നമുക്ക് ബിസിനസ്സിന് ഉപയോഗിക്കാമെന്ന് അതിനോട് തന്നെ ചോദിച്ചപ്പോൾ അതിന് പറയുന്ന ആൻസറാണ് ആ കാണിച്ചിട്ടുള്ളത്. മനസ്സിലാവട്ടോ? അതായത് ChatGPT നമുക്ക് കസ്റ്റമർ സർവീസ്, സെയിൽസ് അസിസ്റ്റൻറ്റ്, മാർക്കറ്റ് റിസർച്ച്, HR, അതുപോലെ പേഴ്സണലൈസ്ഡ് മാർക്കറ്റിംഗ്, ഇത്രയും കാര്യത്തിന് നമുക്ക് ChatGPT ഉപയോഗിക്കാം എന്നാണ് ChatGPT തന്നെ പറയുന്നത്. മെയിനായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ChatGPT ആണെങ്കിലും ബാർഡാണെങ്കിലും അല്ലെങ്കിൽ വേറെ AI ടൂളുകളാണെങ്കിലും അതിനെല്ലാം APIകൾ ലഭ്യമായിരിക്കും. അത് നമ്മുടെ എക്സിസ്റ്റിംഗ് സോഫ്റ്റ്വെയറിലോ
ERPയിലോ ആഡ് ചെയ്യാൻ പറ്റും. ക്ലിയർ ആണോ? അതായത് നമുക്ക് നമ്മുടെ വാട്സപ്പ് അല്ലെങ്കിൽ ചാറ്റ് ബോട്ടുകൾ കുറച്ചുകൂടി നല്ല രീതിയിൽ ഉപയോഗിക്കാൻ എന്ത് സഹായിക്കും? ChatGPT നമുക്ക് സഹായിക്കും. ഇത് എല്ലാം ഇതിൽ ഫ്രീ ആയിരിക്കില്ല, അതിൻ്റെ നമ്മൾ APIകൾ പർച്ചേസ് ചെയ്യേണ്ടി വരും. സാധാരണഗതിയിൽ നമ്മൾ ഇപ്പം എന്തിനാണ് ChatGPT ഉപയോഗിക്കുന്നത്? ആരെങ്കിലും സദസ്സെന്ന് പറയോ? നിങ്ങൾ ChatGPT ഒന്ന് പറഞ്ഞോ. ChatGPT ഇപ്പം എന്തിനാണ് ഉപയോഗിക്കാറ് എന്നത് പറഞ്ഞോളൂ. കണ്ടന്റ് ജനറേഷന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. എന്തിനേത്? റിസർച്ച് ചെയ്യുമ്പോൾ അതിനുള്ള പേപ്പറുകൾ കോണ്ടന്റ് ജനറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതാണ് മെയിൻ നമ്മൾ ഉപയോഗിക്കുന്നത്, കോണ്ടന്റുകൾ ജനറേറ്റ് ചെയ്യാൻ. അതായത് നമ്മളൊരു വെബ്സൈറ്റ് ഉണ്ടെന്ന് കരുതുക, അപ്പോൾ വെബ്സൈറ്റുകളിലെ കണ്ടന്റ് വേണം. അല്ലെങ്കിൽ നമുക്കൊരു ഇമെയിൽ അയക്കണം, അല്ലേ? ഒരു ഇമെയിൽ അയക്കാൻ റിപ്ലൈ അയക്കണം ഒരു ഇമെയിലിന്. അപ്പോൾ വളരെ നല്ല വേർഡിങ്സിൽ എന്ത് ചെയ്യാൻ പറ്റും? ChatGPTയോട് ചോദിച്ചാൽ അത് നമുക്കതിൻ്റെ റിപ്ലൈ എഴുതി തരും. അത് കോപ്പി പേസ്റ്റ് ചെയ്താൽ മതി. ഗൂഗിളിലാണെങ്കിലോ അത് കോപ്പി പേസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. റിപ്ലൈ ചെയ്തിട്ട് താഴെ എക്സ്പോർട്ട് ഓപ്ഷൻ കൊടുത്താൽ അത് സ്വാഭാവികമായിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് മെയിൽ അയക്കും, മെയിൽ ബോഡിയിൽ അത് എത്തും. അപ്പോൾ ഒന്നതാണ് മെയിനായിട്ട് കോണ്ടന്റ് ക്രിയേഷന് വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാം. അതുപോലെ നമുക്ക് നല്ല ക്യാപ്ഷനുകൾ വേണം, അല്ലേ? നമ്മളൊരു അഡ്വർടൈസിങ് ഏജൻസിയുടെ അടുത്ത് ഒരു ക്യാപ്ഷൻ കൊടുത്താൽ എന്താവും? നല്ല എമൗണ്ട് വരും. അതിലും പവർഫുൾ ആയിട്ടുള്ള ക്യാപ്ഷനുകൾ നമുക്ക് ആര് തരും? ChatGPT തരും. നമ്മുടെ മാർക്കറ്റിങ്ങിന് വേണ്ട കോണ്ടന്റ് കംപ്ലീറ്റ് നമുക്ക് ഈ കാലത്ത് ChatGPT വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കും. ക്ലിയർ ആണല്ലോ അല്ലേ? എന്ത് എക്സ്പ്ലെയിൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ പറഞ്ഞ സംശയമുണ്ടോ ഇതിൽ? കുറച്ച് ട്യൂട്ടോറിയൽ ലിങ്കുകളാണ് കൊടുത്തിട്ടുള്ളത്. അത് ഞാനത് കഴിഞ്ഞിട്ട് അത് പറയാം. ഒന്നാമത്തത് ChatGPTയുടെ ലിങ്കാണ്, 2 ബാർഡിൻ്റെതാണ്. മൂന്നാമത്തേതൊന്ന് കാൻവ, നേരത്തെ പറഞ്ഞു. പിന്നെ ഈ താഴെ 3 ഉള്ളത് അതിൻ്റെ ഒരു വീഡിയോ കൂടി ഞാൻ കാണിക്കാം, എങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നു എന്നത്. അപ്പോൾ അത് കഴിഞ്ഞാൽ നമുക്ക് അവസാനിപ്പിക്കാം. ഒന്നാമത്തേത് നമ്മൾ ടെക്സ്റ്റുകൾ വെച്ച് കൊടുത്തിട്ട് അത് സൗണ്ട് ആക്കുന്നു, അല്ലേ? അതൊരു AI ആപ്ലിക്കേഷനാണ്. അങ്ങനെയുള്ള കുറേ ആപ്ലിക്കേഷനുകൾ നമുക്ക് ലഭ്യമാണ്. ജസ്റ്റ് ഗൂഗിളിൽ അടിച്ചു നോക്കിയാൽ ടെക്സ്റ്റ് ടു വോയിസ് അടിച്ചു കൊടുത്താൽ നമുക്ക് അത് ലഭ്യമാണ്. അതിൽപ്പെട്ട ഒന്നാണ് ഏത്? naturalreaders.com എന്ന് പറയുന്നത്. അതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്ക്, എല്ലാവരും ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. naturalreaders.com എന്നത്. അതിൽ നമ്മൾ ടെക്സ്റ്റ് കൊടുത്താൽ വളരെ കൃത്യമായിട്ട് വളരെ ഭംഗിയായിട്ട് ഇംഗ്ലീഷിൽ ജെൻസിൻ്റെ അല്ലെങ്കിൽ ലേഡീസിൻ്റെ വോയിസിൽ നമുക്ക് അത് കിട്ടും. അതിൻ്റെ ഒരു എക്സാമ്പിൾ ആ വീഡിയോയിൽ ഞാൻ കൊടുത്തിരുന്നു, അതൊന്ന് പ്ലേ ചെയ്യാം. ബാക്ക് AI വോയിസ് എന്ന് പറഞ്ഞിട്ട്. AI വോയിസ് എന്ന് പറയുന്ന ഒരു വീഡിയോ ഉണ്ടായിരിക്കും. AI സൗണ്ട് സംതിങ് അങ്ങനെയുള്ള ഒരു വീഡിയോ അതിലുണ്ടായിരിക്കും. Meanwhile, Panani is a small town located in the Malappuram district of the southern Indian state of Kerala. Situated on the banks of the Bharathapuzha River, Panani is known for its rich cultural and historical heritage. It has been a center of trade and commerce for centuries, with a bustling port that has been in operation since ancient times. Panani is home to a diverse population, with Muslims forming the majority, and boasts a vibrant food culture that draws influences from across the region. The town is also famous for its traditional art forms, such as Apana and Duff Muttu. ഇത് നമ്മൾ
ചാറ്റ് GPT പൊന്നാനിയെ കുറിച്ച് എഴുതാൻ പറഞ്ഞപ്പോൾ കിട്ടിയ ചെറിയൊരു കണ്ടന്റാണ്, അതിൻ്റെ ഫസ്റ്റ് പാരഗ്രാഫാണ് ഇത്. അപ്പം അതെടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്തു, നമ്മുടെ നാച്ചുറൽ റീഡർ എന്നതിൽ ജസ്റ്റ് കൊടുക്കുന്നു. മേലെ കണ്ട ഒരാളുടെ ഫോട്ടോ കണ്ട് ഇല്ലേ, അത് നമുക്കിങ്ങനെ ചേഞ്ച് ചെയ്യാവുന്നതാണ്. അപ്പം നമുക്ക് ഒരു ലേഡിയുടെ സൗണ്ടായിട്ടോ അല്ലെങ്കിൽ കുറേ ആളുകളുടെ മുകളിൽ കണ്ടില്ലേ റൗണ്ടിൽ, അപ്പം ഏത് സൗണ്ടായിട്ടും നമുക്ക് പല ആളുകളുടെ സൗണ്ടിൽ നമുക്ക് ഇത് കിട്ടും. നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ എൻ്റർപ്രൈസുകളുടെ നിങ്ങളുടെ സംരംഭങ്ങളുടെ എല്ലാം ആഡുകൾ നല്ല വോയിസിൽ വോയിസ് ഓവർ കൊടുക്കാൻ ഇങ്ങനെ ചെയ്യാവുന്നതാണ്. ഇതിനൊരു ലിമിറ്റ് ഉണ്ടായിരിക്കും, 5 മിനിറ്റ് അല്ലെങ്കിൽ 10 മിനിറ്റ് ചെയ്യാന്ന്. അപ്പോൾ എന്താവും, അടുത്ത ദിവസം വീണ്ടും ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ നമ്മൾ കാശ് കൊടുത്ത് വാങ്ങാം. അപ്പോൾ ആ ലിമിറ്റ് ഉണ്ടാവും ഇതൊക്കെ യൂസ് ചെയ്യുമ്പോൾ, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതുപോലെയുള്ള ടെക്സ്റ്റ് ടു വോയിസുകൾ നമുക്ക് ധാരാളം ലഭ്യമാണ്. അതിൽ നല്ല ഒരു ടൂളാണിത്, നിങ്ങൾക്ക് എല്ലാവർക്കും ഉപയോഗിക്കാവുന്ന ഒരു ടൂളാണ്. ഇത് വെച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഒരുപാട് ഓപ്ഷനുകൾ ഇതിലുണ്ട്, നോട്ട് ചെയ്ത് വെക്കുക. ഇനി അടുത്തത് നമ്മൾ വേറെ പറഞ്ഞത്, ഇവിടെ കാണിച്ച ഇവാൻ്റെ ഒരു വീഡിയോ ഉണ്ട്, നേരത്തെ ഫസ്റ്റിൽ റൺ ചെയ്ത് അല്ലേ, അത് നിങ്ങൾക്ക് എല്ലാവർക്കും 2 മിനിറ്റിൽ. അപ്പോൾ നമ്മൾ ഈ സെമിനാറിൽ ഇരുന്നിട്ട് എന്തെങ്കിലും ഒരു ഗുണം വേണം അല്ലേ, നിങ്ങൾക്ക് പോയി കഴിഞ്ഞാൽ എല്ലാവർക്കും ജസ്റ്റ് കമ്പ്യൂട്ടർ അല്ലെങ്കിൽ നമ്മുടെ മൊബൈൽ നോക്കാൻ അറിയാവുന്ന എല്ലാവർക്കും ഇത് ചെയ്യാൻ പറ്റും. ആ ഇവാൻ്റെ ഒരു വീഡിയോ നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിനുള്ള ലിങ്കാണ് അതേത് studio.d-id.com എന്ന വെബ്സൈറ്റിൽ പോവുക. നിങ്ങൾ വെബ്സൈറ്റിൽ പോയാൽ മലയാളത്തിൽ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ എന്ത് ചെയ്യും, മലയാളത്തിൽ അത് പറഞ്ഞു തരും. അല്ലെങ്കിൽ ഇംഗ്ലീഷിലാണ് എന്നുണ്ടെങ്കിൽ ഇംഗ്ലീഷിൽ അതുകൂടി ഒന്ന് പ്ലേ ചെയ്യും. ഇവാൻ വീഡിയോ എന്ന് പറഞ്ഞിട്ട് അതിലുണ്ട്. അത്രയേ ഉള്ളൂ അതിന് പണി. ഇതിൽ നമുക്ക് ആവശ്യമുള്ള ആളുകളെ ഇങ്ങനെ സെലക്ട് ചെയ്യാവുന്നതാണ്. ഇവിടെ നമ്മൾ ടൈപ്പ് ചെയ്യുക ഇംഗ്ലീഷിലോ അല്ലെങ്കിൽ മലയാളത്തിൽ. മലയാളമാകുമ്പോൾ ഇവിടെ ലാംഗ്വേജ് നമ്മൾ സെലക്ട് ചെയ്യണം, അല്ലെങ്കിൽ ഇംഗ്ലീഷാണ് എന്നുണ്ടെങ്കിൽ ഇംഗ്ലീഷ്. ഇവിടെ പല ലാംഗ്വേജുകളുണ്ട്. അവിടെ നമ്മൾ മലയാളം സെലക്ട് ചെയ്യുന്നു. ഇവിടെ മിഥുൻ, ശോഭന എന്ന് പറഞ്ഞിട്ട് 2 പേരുടെ മലയാളത്തിലുള്ളൂ, ഇംഗ്ലീഷിൽ കുറേ ആളുകളുടെ ഉണ്ട്. അപ്പോൾ ആ സൗണ്ടും സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നീട് ജനറേറ്റ് വീഡിയോ എന്ന് കൊടുക്കുന്നു. സംഭവം തീർന്നു, അത്രയേ ഉള്ളൂ. അതായത് നമ്മുടെ ടെക്സ്റ്റ് കൊടുക്കുന്നു, ഇവിടെ മലയാളം സെലക്ട് ചെയ്യുന്നു, ജനറേറ്റ് വീഡിയോ കൊടുക്കുന്നു, അത് ജനറേറ്റ് ചെയ്യും. ഈ പറഞ്ഞ അവിടെ എഴുതിയ സംഭവം അത് ജനറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പം അതിൻ്റെ ലിങ്ക് നോട്ട് ചെയ്ത് വെക്കുക. അപ്പം നിങ്ങൾ പോയിട്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഇപ്പം തന്നെ ആവശ്യമുള്ളവർക്ക് ഉണ്ടാക്കി നോക്കാവുന്നതാണ് അത്. അവിടെ റെഡിയായി, വീഡിയോ റെഡിയായി. സർക്കാരിന്റെ 2ാം വാർഷിക ആഘോഷങ്ങളുടെ ഭാഗമായുള്ള എന്റെ കേരളം 2023 പ്രദർശന വിപണന മേളയ്ക്ക് ഏവർക്കും സ്വാഗതം. അത്രയേ ഉള്ളൂ, നമ്മൾ എഴുതിയത് അതാണ്. അപ്പോൾ ഇതിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുക അല്ലെങ്കിൽ ഷെയർ ചെയ്താൽ ആ പണി തീർന്നു. ഇത്രയേ ഉള്ളൂ, സോ സിമ്പിൾ. ഇനി ഒന്നുകൂടി ഉണ്ട്, AI വീഡിയോ ക്രിയേറ്റർ pictory.ai എന്ന് പറഞ്ഞിട്ട് ഒരു വെബ്സൈറ്റ് ഉണ്ട്, ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. നമ്മൾ സ്ക്രിപ്റ്റുകൾ കൊടുക്കുന്നു, സ്റ്റോറി കൊടുക്കുന്നു. അപ്പോൾ നമുക്ക് സ്റ്റോറി എവിടെ നിന്ന് കിട്ടും? സ്റ്റോറി ചാറ്റ് GPTയോട് ചോദിച്ചാൽ മതി അല്ലേ. പൊന്നാനിനെ കുറിച്ച് സ്റ്റോറി പറയാം, അല്ലെങ്കിൽ ഓൺട്രപ്രണർഷിപ്പിനെ കുറിച്ചൊരു വീഡിയോ തരണം എന്ന് പറയാം, അല്ലെങ്കിൽ മാർക്കറ്റിങ്ങിനെ കുറിച്ചിട്ട് ഒരു വീഡിയോ ഇത് വേണം എന്ന് പറഞ്ഞാൽ, സ്ക്രിപ്റ്റ് എഴുതണം എന്ന് പറഞ്ഞാൽ ചാറ്റ് GPT എന്ത് ചെയ്യും, അതിൻ്റെ സ്ക്രിപ്റ്റ് എഴുതി തരും. നമുക്കൊരു യൂട്യൂബ് വീഡിയോ വേണം, നമ്മുടെ കേരളത്തിൽ പോകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട സുരക്ഷകൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ കടലിൽ പോകുമ്പോൾ ആവശ്യമുള്ള സുരക്ഷകളെ കുറിച്ചിട്ട് നമുക്കൊരു വീഡിയോയുടെ സ്ക്രിപ്റ്റ് വേണം. 2 മിനിറ്റ് വീഡിയോ അല്ലെങ്കിൽ 5 മിനിറ്റ് വീഡിയോ എന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് എഴുതി കൊടുത്താൽ ചാറ്റ് GPT അത് നമുക്ക് തരും. അതിൻ്റെ സ്ക്രിപ്റ്റുകൾ ഇങ്ങനെ
സ്റ്റോറി ആയിട്ട് ഇന്ന ആൾ ഇന്നത് എന്ന് പറഞ്ഞിട്ട് നമുക്ക് തരും. അപ്പം ക്വസ്റ്റ്യൻസ് നമുക്ക് ജനറേറ്റ് ചെയ്യാനുള്ളത് നമ്മൾ എവിടെ കൊടുക്കുന്നു? ചാറ്റ് GPT-യിൽ എൻ്റർ ചെയ്ത് കൊടുക്കുന്നു. എന്നിട്ട് അതെന്ത് ചെയ്യുക? അത് ജസ്റ്റ് കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് ഈ pictory.ai കൊടുത്താൽ അതെന്ത് ചെയ്യും? നമുക്കവിടെ ടെക്സ്റ്റാണ് കിട്ടിയത്, ചാറ്റ് GPT-യിൽ നിന്നും ടെക്സ്റ്റ് കിട്ടുന്നു. ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു? അത് കോപ്പി പേസ്റ്റ് ചെയ്താൽ ഈ വെബ്സൈറ്റ് നമുക്കത് വീഡിയോ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഒരു യൂട്യൂബ് വീഡിയോ റൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ റൺ ചെയ്യാവുന്നതാണ്. മനസ്സിലായില്ലേ? നല്ല സൗണ്ടിൽ, നല്ല ആളുകളതിൽ, നല്ല വീഡിയോകൾ, പലതും അത് ഫ്രീ കോണ്ടൻറ്റുകളായിരിക്കും. അത് വെച്ചിട്ട് ചെയ്യാവുന്നതാണ്. അതുകൂടി ഒന്ന് റൺ ചെയ്യാം. ചാറ്റ് GPT-യോട് നമ്മൾ ചോദിക്കുന്നു, പ്ലീസ് റൈറ്റ് എ 2 minutes യൂട്യൂബ് വീഡിയോ സ്ക്രിപ്റ്റ് അബൌട്ട് ബിസിനസ് സംതിങ്. ചാറ്റ് GPT ഉണ്ടാക്കി തന്നു. അത് നമ്മൾ കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് പിക്ചറി അതിൽ ഇവിടെ പേസ്റ്റ് ചെയ്യുന്നു. ഇവിടെ പേസ്റ്റ് ചെയ്താൽ നമുക്ക് കുറേ ടെംപ്ലേറ്റുകൾ കാണാം. ഇതതിൻ്റെ തംബ്ലൈനിന് വേണ്ടിയുള്ളതാണ്. ഏത് മോഡലാണ് എന്ന് നമ്മൾ സെലക്ട് ചെയ്യുന്നു. വീഡിയോ നമ്മുടെ മൊബൈൽ മോഡൽ വേണോ, ഏത് മോഡൽ വേണമെന്നും. ഇതാണ് ചാറ്റ് GPT കൊടുത്ത ഇത്. ഓരോരോ സ്റ്റോറി ബോർഡായിട്ട് അത് എഴുതുന്നു. അതിന് തുല്യമായ വീഡിയോ ഇത് ക്രിയേറ്റ് ചെയ്യുന്നു. ഇത്രയേ ഉള്ളൂ. അപ്പം നെറ്റ് കയ്യിലുള്ളവർ ഇപ്പം തന്നെ ട്രൈ ചെയ്ത് നോക്കുക. ചാറ്റ് GPT-യിൽ ഒരു സ്ക്രിപ്റ്റ് എഴുതാൻ കൊടുക്കുക, 1 minute വീഡിയോ സ്ക്രിപ്റ്റ്. അപ്പം അത് സ്ക്രിപ്റ്റ് തരുന്നു. അത് കോപ്പി ചെയ്യുന്നു നിങ്ങൾ. എന്നിട്ട് AI pictory.ai അത് പേസ്റ്റ് ചെയ്യുന്നു. സേവ് കൊടുത്താൽ എന്ത് ചെയ്യും? അതിനുള്ള വീഡിയോ. ശരിക്കും നമുക്കൊരു വീഡിയോ ക്രിയേഷൻ എന്ന് പറഞ്ഞാൽ സമയമെടുക്കും. നമ്മൾ വേറൊരാളെ കൊണ്ട് ചെയ്യുകയാണെങ്കിൽ ഒരുപാട് എമൗണ്ടും പൈസയും ഒക്കെ ആവുന്നതാണ്. അപ്പം നിങ്ങളുടെ സ്വന്തമായിട്ട് നിങ്ങളുടെ ബിസിനസ് സ്ഥാപനത്തെക്കുറിച്ച് എന്ത് ചെയ്യുക? നിങ്ങൾക്ക് തന്നെ, അല്ലെങ്കിൽ നിങ്ങളുടെ യൂട്യൂബ് വീഡിയോ തുടങ്ങി അത്, അല്ലെങ്കിൽ സ്വന്തത്തിനെ കുറിച്ച് സ്ക്രിപ്റ്റ് എഴുതി കൊടുത്ത് ഇതിൽ കൊടുത്താൽ എന്ത് ചെയ്യും? നമുക്ക് ഇങ്ങനെയുള്ള ഒരുപാട് വെബ്സൈറ്റുകളുണ്ട്. വളരെ സിമ്പിളായിട്ടും പവർഫുള്ളും കൂടി ആയിട്ടുള്ള 2-3 ഞാൻ കാണിച്ചതാണ് അതിൽ. അപ്പം ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. അതോടുകൂടി ഞാൻ അവസാനിപ്പിക്കുകയാണ്. മീൻവൈൽ സംശയമില്ലാത്തവർക്ക് ഇത് ഇരുന്ന് ചെയ്ത് നോക്കാം. അപ്പം അങ്ങനെ ചെയ്തിട്ട് കിട്ടുന്നവരുണ്ടെങ്കിൽ ലാസ്റ്റ് ഇവിടെ വേണമെങ്കിൽ നിങ്ങൾ കാണിക്കാം. കോഡിങ് ചെയ്യാൻ പറ്റും, പക്ഷെ അതിന് ലിമിറ്റേഷൻ ഉണ്ടാവും. ഇപ്പോഴും ഒരുവിധം എല്ലാം വർക്ക് ചെയ്യും, ഒരുവിധം കുറേ ലാംഗ്വേജുകൾ വർക്ക് ചെയ്യും. പക്ഷെ ഇപ്പോൾ ബാർഡ് വന്നപ്പോൾ ഗൂഗിളിൻ്റെ ബാർഡിലാണ് കുറച്ചുകൂടി ഫാം 2 എന്ന് പറയുന്ന ഇത് വെച്ചിട്ടാണ് അത് റൺ ചെയ്യുന്നത്. അത് കുറച്ചുകൂടി സ്ട്രെങ്ത് കൂടുതലാണ് ചാറ്റ് GPT-യേക്കാൾ. കോഡിങ്ങിൽ കുറച്ചുകൂടി സാധ്യത ഇതിനാണ് തോന്നുന്നത്. അതിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. del2e കുറിച്ച് ഒന്ന് പറയാൻ പറ്റുമോ? del2e എന്നൊരു അതാണ് അത് ഇവരുടെ തന്നെയാണ്. ശരിക്കും ഓപ്പൺ ഐ എന്ന് പറയുന്നത് പണ്ട് കാലത്ത് ഇവരൊക്കെ തുടങ്ങിയതാണ്. നമ്മുടെ എലോൺ മസ്ക് ഒക്കെ പബ്ലിക് കോൺട്രിബ്യൂഷൻ, പിന്നീട് അതൊരു കമ്പനിയായി മാറിയതാണ്. അതിൽ DALL-Eക്ക് ഇപ്പോഴും ലിമിറ്റേഷനുകളുണ്ട്. ഒരുപാട് ചിത്രങ്ങൾ നമുക്കതിൽ ചെയ്യാൻ പറ്റില്ല. അതിന് ചിത്രം ബേസ് ചെയ്തിട്ടുള്ളതാണത് ആക്ച്വലി. പക്ഷേ അതിൽ കുറേ എണ്ണം പറയുന്ന ടെംപ്ലേറ്റുകളുണ്ട്. ആ ഭാഗത്തോട്ട് ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഒരു പൂച്ച
ഒരു എന്താണ് ടൈം സ്ക്വയറിൽ നിൽക്കുന്ന ഒരു ഫോട്ടോ വേണം എന്ന് പറഞ്ഞാൽ അത് തരും. പക്ഷേ നമ്മുടെ ഫോട്ടോ കൊടുത്തിട്ട് ടൈം സ്ക്വയറിൽ വേണം എന്ന് പറഞ്ഞാൽ അത് അതിൻ്റെ അഡ്വാൻസ് ലെവലിലാണ് അത് തരുള്ളൂ. മനസ്സിലായോ? അതിൽ ChatGPT നമുക്ക് ഫ്രീ ആയിട്ട് ഒരുപാട് ഓപ്ഷൻ, ഒരുപാട് ആൻസർ കിട്ടും. പക്ഷെ മറ്റേത് അത്ര തന്നെ നമുക്ക് ഓപ്ഷനുകൾ ഫ്രീ ആയിട്ട് ലഭ്യമല്ല. അപ്പോൾ ഇവരുടെ ബിങ്ങോ ഇതോ വെച്ചിട്ട് കുറച്ചുകൂടി അപ്ലിക്കേഷൻ അതിൽ നിന്ന് കിട്ടും. അതേസമയം അത് ഫുൾ സ്ട്രെങ്ത്തിൽ കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ പെയ്ഡ് വേർഷൻ തന്നെ അത് ഉപയോഗിച്ചാലാണ് ഡാലി വർക്ക് ചെയ്യുന്നത്. ചോദിച്ചു. സാർ ഹലോ 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 കേൾക്കാനുണ്ടോ? യെസ്, ഓഡിയോ. സാറിൻ്റെ ഇത് നല്ല ഇൻഫോർമേറ്റീവ് ആയിരുന്നു, അടിപൊളിയായിരുന്നു കേട്ടോ. ഞാൻ ചോദിക്കുന്നത് ചിലപ്പോൾ നമ്മുടെ ചാറ്റ് ഓപ്പൺ ഇതിൻ്റെ APIs ഉണ്ടല്ലോ, അപ്പോൾ നമുക്കത് വാട്സപ്പുമായിട്ട് അതിൻ്റെ APIs വാട്സപ്പ് ചാറ്റുമായിട്ട് ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റുമോ? അതിൻ്റെ ഒരു ഏകദേശം കോസ്റ്റൊക്കെ എങ്ങനെയാണ് വരുന്നത്? കാരണം ഇപ്പോൾ നമ്മൾ ഓൾറെഡി ഒരു ചാറ്റ് വിൻഡോയിൽ ഇപ്പോൾ നമ്മുടെ ഇതിനെക്കുറിച്ച് ഐഡിയ കൊടുത്തിട്ട് നമ്മൾ അതിനെക്കുറിച്ച് ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ നമുക്ക് ആൻസർ എല്ലാം കറക്റ്റ് കിട്ടും. ഒരു കസ്റ്റമർ ചോദിക്കുന്ന പോലുള്ള ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ വളരെ വ്യക്തമായിട്ടുള്ള ഉത്തരങ്ങൾ കിട്ടുന്നുണ്ട്. അത് നമുക്ക് വാട്സപ്പുമായിട്ട് ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ നിലവിൽ എന്തെങ്കിലും സംവിധാനങ്ങളുണ്ടോ? അതിന് ഏകദേശം എത്ര കോസ്റ്റ് വരും എന്നുള്ളതെന്ന് അറിഞ്ഞാൽ. അതായത് ഞാൻ ചോദ്യം ഒന്നും കൂടി ആവർത്തിക്കാം. ഒന്ന് വാട്സപ്പ് ചാറ്റുകളുടെ API, അതിലും കുറച്ചുകൂടി ബെറ്ററായിട്ട് ChatGPT API ഉപയോഗിക്കാൻ പറ്റും എന്നതല്ലേ ഒന്ന്. അത് രണ്ടാമത്തത് അതിൻ്റെ കോസ്റ്റ് എത്രയാവും എന്നതാണ്. വാട്സപ്പ് ആദ്യം വാട്സപ്പിൽ എന്തുണ്ടായിരുന്നു? ബിസിനസ് വാട്സപ്പ് ഉണ്ട്. അതിൽ കാറ്റലോഗുകളൊക്കെ ഇങ്ങനെ വന്നിരുന്നു. ബിസിനസ് വാട്സപ്പ് ഉപയോഗിച്ചിട്ട് നമ്മുടെ കാറ്റലോഗുകൾ വഴി നമ്മുടെ പ്രൊഡക്റ്റുകളൊക്കെ സെല് ചെയ്യാൻ പറ്റുന്ന ഒരു അവസരം അതിലുണ്ട്. അപ്പോൾ അതിൻ്റെ കുറച്ചുകൂടി അഡ്വാൻസ് വേർഷനാണ് ഇത്. ക്യുക്ക് ഈ കൊമേഴ്സും അല്ലെങ്കിൽ ചാറ്റ് ബോട്ടായിട്ട് വാട്സപ്പ് അവതരിച്ചത്. അതിന് ശരിക്കും വൺ ടൈം നമുക്ക് പലപ്പോഴും അത് മെറ്റയിൽ നിന്ന് ഡയറക്റ്റ് കിട്ടൂല. അത് ഇത് ചെയ്യേണ്ടി വരുമോ? അപ്പോൾ നമുക്കത് ചെയ്തു കൊടുക്കുന്ന സർവീസ് പ്രൊവൈഡർമാരുണ്ട്. അപ്പോൾ അതിൽ എൻ്റെ അറിവിൽ ഒരു 5000 രൂപ മുതൽ അത് ചെയ്തു കൊടുക്കും. നമുക്ക് അത്രേ അതിന് കോസ്റ്റ് വരണുള്ളൂ. അവരെ സംബന്ധിച്ചിടത്തോളം ഒരു വൺ ടൈം ഇതാണ്. അതിൻ്റെ APIന് ഒരുപാട് വിലയില്ല. അപ്പോൾ അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്കൊരു e-commerce സൈറ്റ് ഉണ്ടെങ്കിൽ അതിലോട്ട് അതിൻ്റെ API കണക്ട് ചെയ്യുന്നു. അപ്പോൾ അതിലുള്ള പ്രൊഡക്റ്റുകളെല്ലാം നമുക്ക് വാട്സപ്പിൽ കിട്ടും. അതിൽ നിന്ന് നമുക്ക് പർച്ചേസ് ചെയ്യാം. അതിന് ഏറ്റവും ബെസ്റ്റ് നിങ്ങൾ നോക്കേണ്ടത് ജിയോ മാർട്ടിൻ്റെ ഒന്ന് ചെക്ക് ചെയ്താൽ മതി. ജിയോ മാർട്ട് ഏറ്റവും ബെസ്റ്റായിട്ട്, അവർക്കാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് വാട്സപ്പുകാർ ഉണ്ടാക്കി കൊടുത്തിട്ടുള്ളത്. ബാക്കിയെല്ലാം ചെയ്തത് എന്താണ്? ഓരോ ആളുകൾ ഇത് ചെയ്യുന്ന കമ്പനികളുണ്ട്, അവരാണ് ഇവർക്ക് ചെയ്തു കൊടുക്കുന്നത്. അവർ വൺ ടൈം ആ APIകൾ പർച്ചേസ് ചെയ്യുന്നു. ഇവരെ അടുത്തുനിന്ന് വാങ്ങുമ്പോൾ നമുക്ക് 10,000 അല്ലെങ്കിൽ 12,000 ഒരു 50,000 ഇയർലി ഇതിലുള്ള അവൈലബിൾ ആയിട്ടുള്ള പല ആളുകളുടെയും വെബ്സൈറ്റുകൾ നിങ്ങൾ കാണാൻ പറ്റും ഇത് ചെയ്യാൻ പറ്റുന്നത്. പിന്നെ ഇതില്ലാന്ന് കരുതുക, നിങ്ങൾക്ക് ഒരു e-commerce വെബ്സൈറ്റ് ഇല്ല, അല്ലെങ്കിൽ ERP ഇല്ല, ഒന്നും ഇല്ലെങ്കിലും ഇത് മാത്രമായിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഈ പ്രൊഡക്റ്റുകൾ മാത്രം അതിൽ ലോഡ് ചെയ്യുന്നു. അത് വാട്സപ്പ് വഴി നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റും. ഇതിൻ്റെ കുറച്ചുകൂടി അഡ്വാൻസ് വേർഷനാണ് ഇത് നമ്മുടെ ChatGPTയിൽ വരുന്നത്. അപ്പം അതിൽ മുൻപ് ഞാൻ നോക്കിയപ്പോൾ 1 lakh Indian rupees എബോവ് വരുന്നുണ്ടായിരുന്നു. ഇതിന് 5000 രൂപ ആയിരുന്നു വാട്സപ്പിന് വരുന്നതെങ്കിൽ ഇതിന് 1.5 lakhs ആൻഡ് എബോവ് അതിൻ്റെ APIകൾക്ക് ചെറിയ രീതിയിലുള്ള തന്നെ വരുന്നുണ്ട്. അപ്പോൾ ഒന്നാമത്തത് അത് കസ്റ്റമർ സപ്പോർട്ടാണ് മെയിനായിട്ടുള്ളത്. അപ്പോൾ നമുക്കുള്ള കസ്റ്റമേഴ്സിന് കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള റിപ്ലൈകൾ കൊടുക്കാം. ഓട്ടോമാറ്റിക് ആയിട്ടുള്ള ബൾക്ക് പലതും ഉണ്ടല്ല, അതേപോലെ കുറച്ചും കൂടി ആക്യുറേറ്റ് ആയിട്ടുള്ള ഇത് കൊടുക്കുന്നു. ഇവരുടെ ChatGPTയുടെ ഓരോന്നിനും പല വിലകളുണ്ട്. ഇപ്പോൾ കസ്റ്റമർ ആൻസറിനാണെങ്കിൽ ഒന്ന്, അതിലും കൂടുതൽ നമ്മുടെ സെയിൽസ് പ്രോസസ്സ്, e-commerce പ്രോസസ്സ്, അല്ലെങ്കിൽ അവർ ഫസ്റ്റിലൊന്ന് എക്സാമ്പിൾ കാണിച്ചതായിരുന്നു ഓർക്കണ്ട. അവരുടെ ഡെമോ കാണിച്ചപ്പോൾ റെസ്റ്റോറൻറ്റ് ബുക്ക് ചെയ്യുന്ന ഒരു ഡെമോ കാണിച്ചിരുന്നു. അതേപോലത്തത് ഇനി അറൗണ്ട് മോർ ദാൻ 5 lakhs Indian rupees അതന്നെ ശരിക്കും ഇപ്പോൾ നമുക്കാർക്കും ഇംപ്ലിമെൻ്റ് ചെയ്ത് കൊടുത്തിട്ടില്ല എന്നാണ് പറയുന്നത്. ആ രീതിയിലാണ് അവർ പ്രപ്പോസ് ചെയ്തിരുന്നത്.
ഗൂഗിളിൻ്റെ വരുമ്പോൾ ചിലപ്പോൾ അതിലും വില കുറയാൻ സാധ്യതയുണ്ട്. അതാണ് ഇപ്പോൾ അതിൻ്റെ വിലനെ കുറിച്ചിട്ട് എനിക്കറിയുന്നത്. ബാക്കി നിങ്ങൾ കൂടി ഒന്ന് സെർച്ച് ചെയ്ത് നോക്കാവുന്നതാണ്. ഓക്കെ, ഇനി അതർ ക്വസ്റ്റ്യൻസ് പിന്നിലെ ആർക്കെങ്കിലും? ടഫസ്റ്റ് എക്സാമിനേഷൻസിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഡീകോഡ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അത് എങ്ങനെയാണ് ചെയ്യാൻ പറ്റും? അത് കാരണം പല എക്സാമുകളും ഇത് ഓൾറെഡി പാസ്സായിട്ടുണ്ട്, ഈ ചാറ്റ് GPT അതുപോലുള്ള. ചാറ്റ് GPT പാസ്സാവാത്ത കുറേ എക്സാമുകളുണ്ട്, മനസ്സിലാവുണ്ടോ? ഞാൻ മറന്നുപോയി, ഞാൻ ആ സമയത്ത് നോക്കിയതായിരുന്നു. ഞാൻ അതിനെക്കുറിച്ചൊരു ആർട്ടിക്കിളൊക്കെ എഴുതിയിരുന്നു, പക്ഷെ അതിപ്പം ഓർമ്മയായിട്ടില്ല. അതായത് നമ്മുടെ കോഡിങ് ടീമിന് വേണ്ടിയിട്ടുള്ള ഒരു എക്സാം ഉണ്ട്, കുറേ കോഡിംഗ് ഒക്കെ വരുന്നത്. അതിൽ ചാറ്റ് GPTയുടെ വിജയ ശതമാനം .something എന്താണ്, മനസ്സിലാവുണ്ടോ? വളരെ ചെറിയൊരു ശതമാനം മാത്രമേ ഇത് ചാറ്റ് GPT ജയിക്കുന്നുള്ളൂ. അതായത് അങ്ങനത്തെ എക്സാമുകളും ഉണ്ടെന്നർത്ഥം. അപ്പോൾ ഓരോ എക്സാമിൻ്റെ ആ ഡിഫിക്കൽട്ടി ലെവൽ അനുസരിച്ചിട്ട് ചാറ്റ് GPT ഇപ്പോൾ IAS ഒക്കെ പാസ്സായി എന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷെ ഇങ്ങനെയുള്ള കുറച്ച് മെഡിക്കൽ ഇതിൽ വരുന്ന കുറേ എക്സാമുകൾക്ക് ചാറ്റ് GPTക്ക് ഔട്ട് ഓഫ് 100ൽ 47, 30 ആ റേഞ്ചിൽ മാർക്ക് കിട്ടുന്ന കുറേ എക്സാമുകളുണ്ട്. ചാറ്റ് GPTയുടെ വെബ്സൈറ്റ് എടുത്താൽ ആ എക്സാം എന്നുള്ള ആ സംഭവം ക്ലിക്ക് ചെയ്ത് നോക്കിയാൽ നമുക്കത് കാണാൻ പറ്റും. അതായത് കുറേ എക്സാമുകൾ, പകുതിയോളം എക്സാമുകൾക്ക് ചാറ്റ് GPT ഇപ്പോഴും എന്താണ് ബിലോ 50% മാർക്ക് കിട്ടുന്ന പല എക്സാമുകളും ഉണ്ട് എന്നർത്ഥം. പിന്നെ നമുക്കുള്ളതുപോലെ കോമൺ സെൻസ് ചിലപ്പോൾ ഉണ്ടാവില്ല. നമ്മൾ ഒരു കടങ്കഥായിട്ട് ഒരു ലോജിക്കൽ ഇത് പറയാറുണ്ട്, എക്സാക്റ്റ് എനിക്കറിയില്ല. അതായത് ഒരു 10 ലിറ്ററിൻ്റെ ഒരു പാത്രം, ഒരു 5 ലിറ്ററിൻ്റെ പാത്രം, 3 ലിറ്ററിൻ്റെ പാത്രം, ഇത് അങ്ങോട്ട് ഒഴിക്കുന്നു ഇങ്ങോട്ട് ഒഴിക്കുന്നു, അങ്ങനെ ഒരു കടങ്കഥ നമ്മൾ പറയാറുണ്ട്. 3 ലിറ്റർ എങ്ങനെ കിട്ടും എന്ന് ചോദിക്കാറുണ്ട്. അങ്ങനെയുള്ള ഒരു ക്വസ്റ്റ്യൻ നമ്മുടെ ചാറ്റ് GPTയോട് ചോദിച്ചപ്പോൾ, ഉദാഹരണം പറയാം, 5 ലിറ്റർ ഉണ്ട്, 7 ലിറ്റർ ഉണ്ട്, 3 ലിറ്റർ ഉണ്ട്. എന്നിട്ട് ചാറ്റ് GPTയോട് അതേ ചോദ്യം ചോദിച്ച്, നമ്മുടെ കയ്യിൽ എന്തുണ്ട്, 5 ലിറ്റർ ഉണ്ട്, സപ്പോസ് 5 ഉണ്ട്, 7 ഉണ്ട്, 3 ഉണ്ട് ആയിരിക്കും. ചാറ്റ് GPTയോട് ചോദിച്ച് 5 ലിറ്റർ എങ്ങനെ കിട്ടുമെന്ന്. അപ്പോൾ ചാറ്റ് GPT അതിന് കൊടുത്ത ഉത്തരം എന്തായിരുന്നു? നമ്മൾ നേരത്തെ പറഞ്ഞ ആ സംഭവമായിരുന്നു. ഇതിന് അങ്ങോട്ട് ഒഴിക്കുക, ഇതിന് ഇങ്ങോട്ട് ഒഴിക്കുക, അങ്ങനെ കുറേ ഒഴിച്ചിട്ട് അവസാനം എന്ത് ചെയ്യും, നമുക്ക് 5 ലിറ്റർ കിട്ടുമെന്ന്. ആക്ച്വലി എന്താണ്, 5 ലിറ്ററിൻ്റെ പാത്രം അവിടെ ഉണ്ട്, അതിലെടുത്താൽ മതി അല്ലേ? അപ്പോൾ കോമൺ സെൻസ് ഈസ് ദി ഡാർക്ക് ഏരിയ ഓഫ് ദി AI എന്നാണ് പറയുന്നത്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഏരിയയിൽ അപ്പുറം, യെസ് ഓർ നോക്ക് അപ്പുറം എന്തുണ്ട്, ഒരു കോമൺ സെൻസ് ഉണ്ട്. അത് ആർക്കില്ല? AIക്ക് കോമൺ സെൻസും അതുപോലെ സെൻറ്റിമെൻറ്റ്സ്, വികാരങ്ങളും ഇല്ലാത്ത ഒരു സൂപ്പർ സ്പീഷീസായിട്ട് AI അടുത്ത ഇതിൽ മാറും എന്നാണ് പറയുന്നത്. ഇനി എന്താ ക്വസ്റ്റ്യൻസ്? ഈ പെർമ്യൂട്ടേഷൻ കോമ്പിനേഷനും ഒക്കെ എങ്ങനെയാണ് ഇതിൽ വർക്ക് ചെയ്യുന്നത്? അയ്യോ, അത് സിമ്പിളായിട്ട് നമ്മൾ പറഞ്ഞാൽ ഗ്രാഫ് വരക്കുന്നു. കാരണം അത് ഓൾറെഡി ജനറേറ്റ് ചെയ്യുന്നുണ്ട്. അതായത് ഇപ്പോൾ ശരി ചെയ്ത് കഴിഞ്ഞാൽ ഒരു പോയിന്റ് കിട്ടുന്നുണ്ട്, തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അൽഗോരിതത്തിൽ ഒരു പോയിന്റ് കുറയ്ക്കുന്നുണ്ട്. അതെങ്ങനെയാണ് നമ്മൾ റീഇൻഫോഴ്സ്ഡ് ലേണിംഗ് എന്നാണ് അവർ ടേം പറയുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചൊന്ന് വിശദീകരിച്ചു തരും. അതൊക്കെ ചുരുക്കത്തിൽ എന്താണ്, ഈ നമ്മൾ അതൊരു ഡാറ്റയാണ്, ഡാറ്റ സെറ്റാണ്. ഗ്രാഫ് വരക്കാൻ എന്ത് ചെയ്യുന്നു, നമ്മൾ XYയിൽ 2 സംഭവങ്ങൾ എടുക്കുന്നു. അപ്പോൾ ഇതിൻ്റെ ഒരു ഗ്രാഫ് വരച്ചാൽ എന്ത് ചെയ്യും, നമുക്ക് ടൈമുണ്ട്, ഇന്ന മാസം ഇന്ന സെയിൽ എന്ന് പറയുന്നു, അങ്ങനെ കുറേ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും, ഒരു ഗ്രാഫ് കിട്ടുന്നു ഇങ്ങനെ. അപ്പോൾ ആ ഗ്രാഫിനെ നമുക്ക് നീട്ടിയാൽ അല്ലെങ്കിൽ ഗ്രാഫ് അനലൈസ് ചെയ്താൽ നമുക്ക് എന്ത് പറയാൻ പറ്റും, അടുത്ത മാസം, അല്ലെങ്കിൽ അത് എക്സ്പൊണൻഷ്യൽ ഗ്രാഫാണെങ്കിൽ അത് വീണ്ടും മുകളിലോട്ട് വരച്ചാൽ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. അതാണ് സത്യത്തിൽ ഈ എക്സ്പൊണൻഷ്യൽ ഇതിൽ ചെയ്യുന്നത്. ഇനിയും കുറച്ചുകൂടി കോംപ്ലക്സ് ആയിട്ട് പറഞ്ഞാൽ, നമ്മളൊരു പോയിൻ്റ് ഉണ്ടെന്ന് കരുതിക്കോ, ആ പോയിന്റിൽ നിന്നും വേറെ കുറേ പോയിന്റ്, നേരത്തെ പറഞ്ഞത് XY അക്ഷങ്ങളിലുള്ള ഡാറ്റ നമ്മൾ കൊടുക്കുന്നു,
അപ്പം ഗ്രാഫ് വരക്കുന്നു, അത് നീട്ടിയോ താഴേക്കൊക്കെ വരച്ചാൽ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാം. സിമ്പിളാണ്. ഇതിൻ്റെ തന്നെ കുറച്ചുകൂടി കോംപ്ലക്സ് ആയിട്ടുള്ള കാര്യം ചെയ്യാൻ പറ്റും. ഇപ്പം നമ്മളൊരു ഇമേജ് ഉണ്ടെന്ന് കരുതിക്കോ, അല്ലെങ്കിൽ ഒരു 3D സ്പേസ് ആണ് എന്നുണ്ടെങ്കിൽ ഒരു ഡോട്ട് ഉണ്ട്, ആ ഡോട്ടിൽ നിന്നും അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കൊക്കെ വരക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു ഇമേജ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ക്ലിയർ ആണോ? നമ്മുടെ മുഖത്തിൻ്റെ കുറച്ച് ഡോട്ടുകൾ കിട്ടിയിരിക്കുന്നു. അപ്പം അത് കുറച്ചുകൂടി എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഈ പെർമ്യൂട്ടേഷനും കോമ്പിനേഷനും ഒക്കെ വെച്ചിട്ട് അത് എക്സ്റ്റെൻഡ് ചെയ്താൽ അത് നമുക്കൊരു ഫുൾ മുഖത്തിൻ്റെ ചിത്രമായിട്ട് മാറ്റാൻ പറ്റും. അങ്ങനെയാണത് വർക്ക് ചെയ്യുന്നത്. അല്ല, അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരാളുടെ ഒരു മുഖഭാവം ശ്രദ്ധിച്ചിട്ട് അയാൾ അടുത്ത നിമിഷം ആക്ട് ചെയ്യാൻ പോകുന്നത് AI വെച്ച് ചെയ്യാൻ പറ്റില്ലേ? എങ്ങനെ? ഒരാളുടെ മുഖഭാവത്തിനനുസരിച്ച് ഇപ്പോൾ നമുക്ക് അതിദാരുണമായിട്ട് 2 ദിവസത്തിന് മുമ്പ് ഒരു ആക്സിഡൻറ്റ് നടന്നു, നമ്മുടെ ഒരു ഡോക്ടറിനെ ഒരു പ്രതി ആക്രമിക്കുകയുണ്ടായി. അപ്പോൾ അത്തരം ആളുകളുടെ മുഖഭാവം വെച്ച് നമുക്ക് അനലൈസ് ചെയ്ത് അയാളുടെ അടുത്ത നിമിഷത്തെ കാര്യങ്ങൾ നമുക്ക് പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഈ സാറി പറഞ്ഞ ഈ നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിങ്ങും ഈ ഇതൊക്കെ വെച്ച് തീർച്ചയായിട്ടും അത് പറ്റും. പക്ഷെ നമുക്ക് കൃത്യമായിട്ടുള്ള ഔട്ട്പുട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ ഒരുപാട് സാമ്പിൾ സെറ്റുകൾ വേണം. അതിന് ശരിക്കും ട്രെയിൻ ചെയ്യണം. എന്നാൽ മാത്രമേ അത് ആ രീതിയിലോട്ട് നമ്മൾ വളർച്ച എത്തുകയുള്ളൂ. അപ്പോൾ ഒരു ക്രിമിനൽ ആളാണ്, അല്ലെങ്കിൽ അടുത്ത നിമിഷം നേരത്തെ പറഞ്ഞതിൽ എന്താണ് അറിയോ, ശരിക്കും നമ്മുടെ ന്യൂറോണുകൾ, നമ്മുടെ സെല്ലിൻ്റെ ന്യൂറോണുകൾ റീഡ് ചെയ്തിട്ടാണ് അവിടെ പ്രഡിക്റ്റ് ചെയ്യുക ഭാവിയിൽ പറയുന്നത്. ഇതെന്താണ്? ഫിസിക്കൽ ചേഞ്ചാണ്. നമ്മുടെ മുഖത്തിൻ്റെ ഭാവങ്ങളൊക്കെ നോക്കിയിട്ട് അത് ക്യാമറയിൽ നമ്മൾ എടുക്കുന്നു. അത് എന്ത് ചെയ്യും? അതേപോലുള്ള ഒരു ക്രിമിനൽ ആളുകളുടെ ഇത് ഡിഫൈൻ ചെയ്തിട്ട് അതുമായിട്ട് നമ്മൾ താരതമ്യം ചെയ്തിട്ട് അത് പറ്റുമോ പറ്റൂലേ എന്നതൊക്കെ ചെയ്യണം. അപ്പോൾ അതിൻ്റെ ഡാറ്റ സെറ്റ് എന്താവണം? സാമ്പിൾ സെറ്റ് ഭയങ്കര വലുതായിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് എന്ത് കിട്ടുള്ളൂ? നല്ല ആക്യുറേറ്റ് ആയിട്ടുള്ള റിസൾട്ട് കിട്ടുള്ളൂ. അപ്പോൾ ട്രെയിൻ ചെയ്തെടുക്കുക എന്നത് കുറേ പണിയുള്ള കാര്യമാണ്. പെട്ടെന്ന് നമുക്ക് നടക്കൂല ഇതൊന്നും. അതായത് ഈ നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിനെ തന്നെ എന്താണ് ഭയങ്കരമായിട്ട് നമുക്ക് ഹ്യൂജ് എമൗണ്ട് വരുന്നതാണ്. ഒരു സാധാരണക്കാർക്ക് വെറും ടെക്സ്റ്റ് വെച്ചിട്ടുള്ള പ്രോസസ്സിങ് തന്നെ വലിയ കമ്പനികൾക്ക് അത് ചെയ്യാൻ പറ്റുന്നുള്ളൂ. അപ്പോൾ അത്രയും റിസർച്ചുകളും ഇതും അതിൻ്റെ പിന്നിലുണ്ട്. അപ്പോൾ ഇമേജ് കൂടി വരുമ്പോൾ എന്താവും? കുറച്ചുകൂടി അതിൻ്റെ കോംപ്ലക്സിറ്റി കൂടി. അപ്പോൾ ഈ ഡാറ്റ മാത്രമല്ല, അതിൻ്റെ വീഡിയോ ഓഡിയോകൾ എല്ലാം നമ്മൾ ട്രെയിൻ ചെയ്ത് അതിൻ്റെ ഒരു ഇതുമായിട്ട് ബെഞ്ച് മാർക്കുമായിട്ട് സെറ്റ് ചെയ്തിട്ട് അതുമായിട്ട് കമ്പയർ ചെയ്ത് പ്രെഡിക്റ്റ് ചെയ്യുക, അങ്ങനെ പോകണം. അതൊക്കെ സംഭവിക്കും, സമയങ്ങൾ എടുത്തേക്കാം, ചിലപ്പോൾ സ്പീഡിലാവാം. അതുപോലെ RU റോബോട്ട് എന്ന് പറഞ്ഞ പല സെർച്ച് എഞ്ചിനുകളിലും നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഡാറ്റ വെച്ചിട്ട് അവരത് ട്രെയിൻ ചെയ്യിപ്പിച്ചെടുക്കുകയാണോ ഈ സിസ്റ്റത്തിനെ? റോബോട്ട് ഇത് തന്നെയാണ്. ചുരുക്കത്തിൽ എന്താണ്, നമ്മളിപ്പോൾ പറയും സോഫിയ റോബോട്ട് അല്ലേ, സൂപ്പറാണെന്ന് വരും, അടിപൊളിയായിട്ട് നടക്കുന്നു. യഥാർത്ഥത്തിൽ എന്താണ്, അത്ര വലിയൊരു സംഭവമല്ല. നമ്മൾ നേരത്തെ പറഞ്ഞ ഡീപ് ബ്ലൂവിൻ്റെയോ അല്ലെങ്കിൽ നമ്മുടെ ചാറ്റ് GPTയുടെയോ സ്ട്രെങ്ത്ത് ആ സോഫിയക്ക് ഉണ്ടാവണമെന്നില്ല. സോഫിയക്ക് എന്ത് മതി? നമ്മുടെ മുന്നിൽ ഇങ്ങനെ നടക്കുമ്പോൾ അത് ക്യാമറ വെച്ചിട്ട് എന്ത് ചെയ്യും? മുന്നിൽ കുഴിയുണ്ടോ, നേരെ നടക്കാൻ പറ്റുമോ എന്നൊക്കെ അത് ചെക്ക് ചെയ്യുന്നു. എന്നിട്ട് കുഴിയുണ്ട് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? അതിൻ്റെ കാല് കുറച്ചും കൂടി താഴ്ത്തി വെക്കണം എന്ന നിർദ്ദേശം അതിന് കിട്ടുന്നു. അങ്ങനെയൊക്കെ പഠിപ്പിച്ചിട്ട് ഒരു മെക്കാനിക്കൽ എഫേർട്ട് വെച്ചിട്ട് അത് നടക്കുന്നു. പിന്നെ അതിൻ്റെ ചോദ്യങ്ങൾക്കൊക്കെ ലിമിറ്റ് ഉണ്ട്. അപ്പം ചോദ്യം നമ്മൾ പണ്ട് പൂരപ്പറമ്പിലൊക്കെ പോകുമ്പോൾ നമ്മൾ ചെവിയിൽ ഇങ്ങനെ വെച്ചിട്ട് കേൾക്കാറുണ്ട്. കുറേ ചോദ്യം ചോദിക്കുമ്പോൾ ആൻസർ ഇങ്ങനെ കിട്ടും. അത് റെക്കോർഡ് ചെയ്തതാണ് അല്ലേ? അതേപോലെ ഇതിലെന്ത് ചെയ്യുന്നു? നമ്മൾ കുറേ ചോദ്യങ്ങളും ആൻസറുകളും ഇതിനെ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ചോദ്യങ്ങൾക്കൊക്കെ അത് അത്ര എണ്ണം കറക്റ്റായിട്ട് ആൻസർ ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ടുള്ളത് അതിൻ്റെ പവറിനനുസരിച്ചിട്ട് അത് കാൽക്കുലേറ്റ് ചെയ്തിട്ട് ആൻസർ ഉണ്ടാക്കിയിട്ട് തരുന്നു. അത് അടുത്ത ലെവലാണ്. അപ്പോൾ ഇപ്പോൾ ഉള്ളത് കൂടുതലും സക്സസ് ആയിട്ടുള്ള എല്ലാം നാരോ ഇൻ്റലിജൻസ് ആണ്. നാരോ ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു ഡൊമൈനിൽ സ്പെസിഫിക് ആയിട്ട് അതിൽ നല്ല ഉഷാറാവുക. ജനറൽ ഇൻ്റലിജൻസ് ഉള്ള ഇതുണ്ടാക്കൽ കുറച്ച് പണിയാണ്. നമ്മുടെ ചാറ്റ് GPT ഒക്കെ അതിൽ പെടുന്നതാണ്. കുറേ കാര്യങ്ങൾ
അതിന് ആൻസർ ചെയ്യാൻ പറ്റുന്നു. അപ്പം അതിനെ ട്രെയിൻ ചെയ്തെടുക്കുക പറഞ്ഞാൽ നല്ല പണിയുള്ളതാണ്. ഈ റൂട്ടീൻ വർക്കുകൾ അപ്പോൾ നമുക്ക് ചെയ്യാൻ കഴിയില്ല. റൂട്ടീൻ വർക്കുകൾ, റിപ്പീറ്റഡ് ടാസ്കുകൾ ഒഴിവാക്കാനാണ് നമ്മൾ ഓട്ടോമേഷൻ ഇന്ന് ഉപയോഗിക്കുന്നത്. മനസ്സിലായില്ലേ? അതായത് ശരിക്കും ഒരു സംഭവം കുറേ പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമാണ് അത് ഓട്ടോമേറ്റ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് അത് ഓട്ടോമേറ്റ് ചെയ്തെടുക്കുക പറഞ്ഞത് ഏത് വർക്കിൻ്റെയും R&Dകൾ എന്ന് പറയുന്നത് എന്താ, നല്ല പൈസ കോസ്റ്റ് വരുന്നതാണ്. അപ്പം അങ്ങനത്തിന് വേണ്ടിയിട്ട് നമ്മൾ R&D ചെയ്തിട്ട് എടുക്കുന്നു, ഓട്ടോമേറ്റ് ചെയ്തെടുക്കുന്നു. അപ്പോൾ റുട്ടീൻ വർക്കുകൾക്ക് മാത്രം എന്ത് മതി, ഓട്ടോമേഷൻ മതി. ഓട്ടോമേഷൻ്റെ ബേസിക് തിയറി എന്ന് പറയുന്നത് എന്താ, റിപ്പീറ്റഡ് ടാസ്കുകളിൽ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. മറ്റേ ക്രിയേറ്റീവായിട്ട് എപ്പോഴും അപൂർവം ചെയ്യുന്നതിന് പകരം നമ്മളത് ചെയ്യേണ്ട ആവശ്യമില്ല. ഏത് R&Dകളും ഏത് ആഡംബരങ്ങളും ഒക്കെ എന്താണ്, നല്ല പൈസ ചിലവായിരിക്കും അല്ലേ? ഏത് ലെവലിലെടുത്താലും ഇപ്പോൾ നമ്മുടെ ഒരു കടൽ തൂർത്തിട്ട് നമ്മളൊരു ബിൽഡിംഗ് ഉണ്ടാക്കുന്ന അവിടെ സാധാരണ രീതിയിൽ എന്ത് പറ്റും, കടൽ തൂർക്കാനുള്ള മാൻ പവർ വേണം, അതിന് എഫേർട്ട് ഉണ്ട്, കാശ് കൂടുതലാണ്. അപ്പം അങ്ങനെ ചെയ്യുന്ന എന്തിനും എന്തുണ്ട്, നല്ലൊരു വാഹനം ഉണ്ടാക്കണമെങ്കിൽ ഭയങ്കര അഡ്വാൻസ് ആണെങ്കിൽ അതിനൊരുപാട് R&Dകൾ നടത്തണം. അതിനനുസരിച്ച് അതിൻ്റെ കോസ്റ്റും കൂടും. അതുകൊണ്ടാണ് നമ്മുടെ പല ആഡംബര കാറുകളുടെയൊക്കെ വില കൂടുന്നത്. ഒരുപാട് ആളുകൾ ഉപയോഗിക്കാൻ തുടങ്ങുന്നു. ആ ഒരു ലെവലിലോട്ട് എത്തുമ്പോഴാണ് AI കോസ്റ്റ് കുറയുക. അങ്ങനെയാണ് നമുക്കെല്ലാവർക്കും അത് ഭാവിയിൽ ലഭ്യമാവുക. AI ജോലി സാധ്യത എന്ന് പറഞ്ഞാൽ ഒന്നാമത് ഏത് നിങ്ങളുള്ള അതുമായിട്ട് പഠിക്കുക, ഒന്ന് ഡൊമൈനുമായിട്ട് പഠിക്കുക. രണ്ടാമത് നമുക്ക് ചെയ്യാവുന്നത് സ്റ്റാറ്റിസ്റ്റിക്സ് അറിയുക എന്നതാണ്. ഒന്ന് സ്റ്റാറ്റിസ്റ്റിക്സ് നന്നായിട്ട് അറിയാവുന്ന ആളുകൾക്ക് എന്തിൽ പോവാം, AI ജോബിലോട്ട് പോവാം. പിന്നെ അതിൽ പേൾ അല്ലെങ്കിൽ പൈത്തണാണ് ഒന്ന് ഉപയോഗിക്കുന്നത്. അപ്പോൾ ആ ലാംഗ്വേജൊക്കെ പഠിക്കുകയാണെങ്കിൽ അതിൽ അവസരങ്ങൾ ഉണ്ടായിരിക്കും. നമ്മൾ മനസ്സിലാക്കേണ്ടത് എല്ലാവരും കൂടി AI പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതിൽ താല്പര്യവും ഇതുള്ളത് കോഡിങ് എന്ന് പറയുന്നത് വേറെ തന്നെയാണ്. നമുക്കതിൻ്റെ ലോജിക്കും ഇതിലൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ അതിൽ പഠിക്കാവുന്നതാണ്. അപ്പം അതിനനുസരിച്ചിട്ട് ജോബ് നമുക്ക് കിട്ടും. ഡൗട്ടുണ്ടോ? നിങ്ങൾ ചോദിക്കാനുണ്ടോ ഈ വിഷയത്തിൽ? ഓക്കെ. താങ്ക് യു. ഓക്കെ, എന്തായാലും നിങ്ങൾ കുറച്ച് സമയം എന്നൊരു വിശാലമായ സമുദ്രമാണ്. എൻ്റെ ബേസിക്സ് മാത്രമേ ഞങ്ങൾക്ക് ഇവിടെ അവതരിപ്പിക്കാൻ പറ്റുള്ളൂ. അത് ഏതൊക്കെ മേഖലയിലാണ് അത് ഉപയോഗിക്കാൻ പറ്റുക എന്നതാണ്. അതിൽ ഫ്രീ ആയിട്ടുള്ള സംവിധാനം, ഗൂഗിൾ പോലെ ഫ്രീ ആയിട്ടുള്ള സംവിധാനങ്ങളുണ്ട്. എന്നാൽ ഗൂഗിൾ ഉൾപ്പെടെ പെയ്ഡായിട്ടുള്ള ഗൂഗിൾ സംവിധാനം ഒരുക്കുന്ന പോലെ തന്നെ എയിലും പെയ്ഡായിട്ടുള്ള സംവിധാനങ്ങളുണ്ട്. പെയ്ഡായിട്ടുള്ള സംവിധാനങ്ങൾ ഉപയോഗിക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ഫെസിലിറ്റീസും കാര്യങ്ങളൊക്കെ വളരെ കൂടുതൽ കിട്ടും. അപ്പോൾ അതിൻ്റെ ബേസിക്സാണ് ശരിക്കും പറഞ്ഞാൽ ഇവിടെ അവതരിപ്പിക്കപ്പെട്ടത്. അതിൽ സാമ്പിൾ അല്ലേ, ഞങ്ങൾ പൂരത്തിനൊക്കെ പറയില്ലേ സാമ്പിൾ ഒടിക്കട്ടെന്ന് പറഞ്ഞാൽ സാമ്പിളായിട്ടുള്ള 3 സംഭവങ്ങളാണ് വരുന്നത്. ഒരു ബിസിനസ് എന്ന് പറഞ്ഞാൽ പ്രൊമോഷനുമായി ബന്ധപ്പെട്ടുള്ള അല്ലേ, ഏതെങ്കിലും ബിസിനസ് പ്രൊമോഷനുമായി ബന്ധപ്പെട്ട് ഉപയോഗിക്കുന്ന കുറച്ച് ടൂൾസ് ഇവിടെ അവതരിപ്പിക്കപ്പെട്ടു. എങ്ങനെയാണ് ഒരു പോസ്റ്റേഴ്സ് ക്രിയേറ്റ് ചെയ്യുക, എങ്ങനെയാണ് മുമ്പൊരു പോസ്റ്റേഴ്സ് ക്രിയേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ക്യാൻവ ഒക്കെ വെച്ച് ചെയ്യും. ക്യാൻവയിൽ തന്നെ ഇപ്പോൾ AI വന്നിട്ടുണ്ട്. നമ്മൾ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്താൽ അത് ഡിസൈൻ ചെയ്ത് തരും. അത് എങ്ങനെ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ള രീതിയിലേക്ക് വന്നു. വീഡിയോ ഇപ്പോൾ മലയാളത്തിൽ ടൈപ്പ് ചെയ്താൽ എങ്ങനെ വീഡിയോ ക്രിയേറ്റ് ചെയ്യാമെന്ന് നമുക്ക് എത്തിക്കഴിഞ്ഞു അല്ലേ. ഇനി അതിൻ്റെ അടുത്ത് നമുക്ക് ഓരോരോ വ്യത്യസ്തമായിട്ടുള്ള ആങ്കേഴ്സിന് നമുക്ക് കിട്ടുന്ന സംവിധാനം ഉണ്ടായി. ഇനി ഏതെങ്കിലും നമുക്ക് ഈ ഒരു ആങ്കർ അല്ലാതെ ഉള്ള വീഡിയോ എങ്ങനെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന സംഭവങ്ങൾ വന്നു അല്ലേ. ഇതൊക്കെ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള എൻഹാൻസ്മെൻ്റ് ആണല്ലേ. മുമ്പൊരു ഷോർട്ട് വീഡിയോ ഉണ്ടാക്കുക, ടീസർ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ വളരെ ടാസ്ക് ആയിട്ടുള്ള. ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഓഫീസ് ഉപയോഗത്തിന് വേണ്ടിയിട്ട് ഒരു ഷോർട്ട് വീഡിയോ ചോദിച്ചപ്പോൾ 1 സെക്കൻഡിന് 1000 രൂപയാണെന്ന് പറഞ്ഞത്. ആലോചിച്ചേക്കും, 1 സെക്കൻഡിന് 1000 രൂപ എന്നുള്ളത്. ഇപ്പോൾ ഞങ്ങൾക്ക് അതിൻ്റെ ഒരു യാതൊരുവിധ ആവശ്യമില്ലാത്തതിന് ഞങ്ങൾക്ക് സ്വന്തമായിട്ട് തന്നെ ഉണ്ടാക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നിട്ടുണ്ട്. നിങ്ങളിനി ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇതിന് സാധ്യതകൾ ഇനിയും സോഷ്യൽ മീഡിയ വഴിയോ അല്ലെങ്കിൽ ഇതിനോട് ബന്ധപ്പെട്ടുള്ള ആൾക്കാരെ ബന്ധപ്പെടുമ്പോൾ നമ്മുടെ ബിസിനസ് നല്ല രീതിയിൽ
മുന്നോട്ട് പോകാൻ കഴിയുമെന്ന് ഉറപ്പാണ്. അപ്പോൾ നിങ്ങൾ അത്തരം സംവിധാനങ്ങൾ ഉപയോഗിക്കുക. അതിനോട് ബന്ധപ്പെട്ടുള്ള ട്രെയിനിങ് പ്രോഗ്രാം, ഇതിൻ്റെ എൻഹാൻസ്ഡ് നിങ്ങളുടെ മേഖലയിലുള്ള ട്രെയിനിങ് പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ പങ്കെടുക്കുക. വ്യവസായ വകുപ്പും അത്തരത്തിലുള്ള ട്രെയിനിങ് പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ പങ്കെടുക്കും. എന്നാലും ഇത്ര വളരെ ലഘുവായിട്ടുള്ള വളരെ കുറഞ്ഞ സമയത്ത് നല്ല രീതിയിൽ അവതരിപ്പിച്ച യാസിർ കുത്തുബ് സാറിന് ഞാൻ നന്ദി പറയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഞാൻ നന്ദി പറയാണ്. അപ്പോൾ ഞങ്ങളുടെ ഒരു ഉപഹാരമായിട്ടൊരു ചെറിയൊരു മൊമെൻറ്റോ ശ്രീ യാസിർ കുത്തുബിന് നൽകുകയാണ്. അപ്പോൾ അത് നൽകാൻ വേണ്ടി ഞങ്ങളുടെ ബഹുമാനപ്പെട്ട ജനറൽ മാനേജർ രഞ്ജിത്ത് ബാബു സാറെ ഞാൻ ക്ഷണിക്കുകയാണ്. അത് സ്വീകരിക്കുന്നതിന് വേണ്ടി യാസിർ കുത്തുബിനെ ഞാൻ ക്ഷണിക്കുകയാണ്. അതിന് മുൻപായിട്ട് നമ്പർ ചോദിച്ചിരുന്നു, അതുകൂടി പറയാം. 9886462588. ഒന്നും കൂടി പറയാം ഞാൻ. 9886462588. യാസിർ കുത്തുബിന് പേര്. ഇതിൽ വാട്സപ്പ് അയച്ചാൽ മതി. ഞാൻ ചിലപ്പോൾ അൺനോൺ നമ്പറുകളാണെങ്കിൽ ഞാൻ അറ്റൻഡ് ചെയ്യില്ല. അങ്ങനെ ഒരു വിഷയമാണ്. അത്രയേ ഉള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല. ശരി എന്നാൽ, താങ്ക് യു. ഓക്കെ.